അടുത്തത് അപശൂദ്രാധികരണം. ശുഗസ്യ തദനാദരശ്രവണാത് തദാദ്രവണാത് സൂച്യത്തെ ഹി. 34ാമത്തെ സൂത്രം. ശൂദ്ര ഇവിടെ ഈ അപശൂദ്രാധികരണത്തിൽ ഈ ശൂദ്രന് വേദാധ്യയന അധികാരമുണ്ടോ, ബ്രഹ്മവിദ്യയ്ക്ക് അധികാരമുണ്ടോ, ഈ ഭാഗത്തെക്കുറിച്ചുള്ള പരാമർശമാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വിധിയായിട്ട് എടുക്കേണ്ടതില്ല. പകരം ഇതിനകത്ത് ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കായിട്ട് എടുത്താൽ മാത്രം മതി. അതായത് മുമ്പ് കഴിഞ്ഞ അധികരണത്തിൽ നമ്മൾ കണ്ട് ദേവതകൾക്ക് ബ്രഹ്മവിദ്യയ്ക്ക് അധികാരമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ചർച്ച എടുത്തു. അപ്പോൾ അതേമാതിരി ഇപ്പോൾ വേദത്തിനകത്ത് ശൂദ്രനെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ വേദത്തിൽ പരാമർശിച്ചിരിക്കുന്ന വിധത്തിൽ നോക്കിയാൽ ശൂദ്രന് വേദവിദ്യയ്ക്ക് അധികാരമുണ്ടോ, ഇത്രയേ ഉള്ളൂ ഡിസ്കഷൻ. അല്ലാതെ നമുക്ക് സമൂഹത്തിലെ ഉള്ളതുമായിട്ട് കൂട്ടിക്കുഴക്കേണ്ടതില്ല. ജസ്റ്റ് ഒരു ടോപ്പിക്ക് ചർച്ച ചെയ്തിരിക്കുന്നു. നമുക്കറിയാം, അതായത് ഒരു സിസ്റ്റം നമ്മുടെ ഇവിടെ നടന്നു പോയിരിക്കുന്ന ഒരു സിസ്റ്റം അനുസരിച്ച് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യർക്ക് മാത്രമേ വേദവിദ്യയ്ക്ക് അധികാരമുള്ളൂ, കർമ്മങ്ങൾക്ക് അധികാരമുള്ളൂ. വേദവിദ്യയിലാണ് ഉപനിഷത്ത് ഉള്ളത്. അതുകൊണ്ട് ബ്രഹ്മവിദ്യ വേദത്തിനുള്ളിലാണുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇതിന് അധികാരമില്ല എന്ന രീതിയിലായിരിക്കും ഇവിടെ പരാമർശം ഉണ്ടാകുന്നത്. പിന്നെ ഇതിനോടനുബന്ധമായിട്ടുള്ള സൂത്രങ്ങളിലൂടെ എന്താണ് അത്, ഏത് വിധത്തിലാണ് ഇതിനെ എടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. അതായത് ഇന്നത്തെ ദൃഷ്ടിയിലുള്ള ആ ശൂദ്ര ബ്രാഹ്മണ ഭേദമൊന്നും നമ്മൾ ഇതിനകത്ത് കാണേണ്ടതില്ല. പകരം വേദത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഒരു ടോപ്പിക്ക് എന്ന് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇതാണ് ഈ അപശൂദ്രാധികരണം. അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ സൂത്രത്തിൽ ശുഗസ്യ തദനാദരശ്രവണാത് തദാദ്രവണാത് സൂച്യത്തെ ഹി. അപ്പോൾ ഇവിടെ ശൂദ്രൻ. അപ്പം നമുക്കിവിടെ ശൂദ്ര, അപ്പോൾ ഇതറിയാമല്ലോ, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ. ഇപ്രകാരം ഭഗവാൻ പറഞ്ഞ ഇതിനകത്ത് ഗുണവും കർമ്മവുമായിട്ട് മാത്രമേ ഈ ചാതുർവർണ്ണ്യത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളൂ. ജാതി അല്ലെങ്കിൽ ജന്മത്താൽ ശൂദ്രൻ എന്നുള്ളത് അല്ലെങ്കിൽ ബ്രാഹ്മണൻ എന്നുള്ളത് ക്ഷത്രിയൻ എന്നുള്ളതൊന്നും അവിടെ ഭഗവാൻ എടുത്തിട്ടേ ഇല്ല. അപ്പോൾ അത് നമുക്ക് ഭഗവത്ഗീതയിൽ കാണാം. ഇതിന് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ചർച്ചാ വിഷയം വന്നത് ചാന്തോഗ്യ ഉപനിഷത്തിനകത്ത് രൈക്വൻ എന്ന് പറയുന്ന ഒരു ബ്രഹ്മജ്ഞാനി ജാനശ്രുതി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ശൂദ്രൻ എന്ന് വിളിച്ചു. നീ ശൂദ്രനാണ് എന്ന് വിളിച്ചു. ശൂദ്രനാണെന്ന് വിളിച്ചെങ്കിൽ കൂടിയും പിന്നീട് ഇദ്ദേഹം അവിടെ ഈ ജാനശ്രുതിക്ക് ഉപദേശവും കൊടുത്തു. അത് വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ സൂത്രം ചർച്ച ചെയ്യുന്നത്. ശൂദ്രന് ഈ ബ്രഹ്മവിദ്യാധികാരം ഉണ്ടോ? അവിടെ ശൂദ്രന് ജാനശ്രുതിയെ ശൂദ്രൻ എന്ന് വിളിച്ചിട്ട് ഉപദേശിച്ചല്ലോ. ഇത്തരത്തിലാണ് ചോദ്യം പോയിരിക്കുന്നത്. അപ്പോൾ അതാണ് ശുഗസ്യ തദനാദരശ്രവണാത്. ആദരം, അനാദരം. അപ്പോൾ ആദരിക്കാതിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് ആദരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ആ ശൂദ്ര ശബ്ദത്തിലൂടെ നീ ശൂദ്രനാണെന്ന് പറഞ്ഞതിലൂടെ അവിടെ ഈ ജാനശ്രുതിയെ ആദരിക്കുകയല്ല ചെയ്തത്, പകരം അനാദരിക്കുകയാണ് ചെയ്തത്. അപ്രകാരം ഉള്ള ഒരു സ്ഥിതിയിൽ തദാദ്രവണാത് സൂച്യതേഹി, അതിനാൽ ദുഃഖത്താൽ ഓടി വന്നവൻ എന്നർത്ഥത്തിൽ ആണ് അവിടെ സൂചിപ്പിക്കുന്നത്, ഈ ശൂദ്ര ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇതാണ് ഈ സൂത്രത്തിനകത്തുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കിടക്കുന്നത്. അതായത് ശൂദ്രന് ശൂദ്രജാതിയിൽ ജനിച്ചവൻ എന്നർത്ഥത്തിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ശ്രൗത ബ്രഹ്മാധികാര അഭാവവാൻ. അപ്പോൾ ഉപനിഷത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ബ്രഹ്മവിദ്യയിൽ അധികാരം ഉള്ളവനല്ല എന്ന്. നിയമപൂർവക വേദാധ്യയന അഭാവാത്. അപ്പോൾ നിയമാനുസരണം വേദാധ്യയനം ചെയ്യാത്തതിനാൽ, അപ്പോൾ ഇതിനകത്ത് അപ്പോൾ ഉപനിഷത് ശ്രവണത്തിന് അധികാരമില്ല. ഇപ്രകാരം ഒരു ആർഗ്യുമെൻ്റാണ് ഇവിടെ കൊണ്ടുവരുന്നത്.
അപ്പോൾ ഇവിടെ ഇതിന് സമാധാനമായിട്ട് പറയുന്ന ഇതാണ്, തദാദ്രവണാത് എന്ന്. അപ്പോൾ ഇവിടെ ജാനശ്രുതിയെ ശൂദ്രൻ എന്ന് വിളിച്ചത് ജാതിയിലെ അല്ലെങ്കിൽ ജന്മം കൊണ്ട് ശൂദ്രത്വം കിട്ടിയെന്ന അർത്ഥത്തിൽ എടുക്കരുത്. പകരം തദാദ്രശ്രവണാത്, അതായത് ദുഃഖം കൊണ്ട് ഓടി വന്നവൻ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ശൂദ്രൻ എന്ന് വിളിച്ചിരിക്കുന്നത് പ്രകാരം. അപ്പോൾ ശോകത്താൽ ഓടി വന്നവൻ എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ച ശബ്ദത്തിൽ നിന്നാണ് ശൂദ്രൻ ഇവിടെ ആ പ്രയോഗം ഉണ്ടായിരിക്കുന്നത്. അതിൽ നിന്നും ജാനശ്രുതിയെ നമ്മൾ ശൂദ്രനായിട്ട് എടുക്കരുത്, പകരം ക്ഷത്രിയനായിട്ട് തന്നെയാണ് ഇവിടെ കഥയുടെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചാന്തോക്യോപനിഷത്തിലുള്ളതാണ്. അത് ചാന്തോക്യം 4:1-3 ആ ഭാഗത്താണുള്ളത്. അപ്പോൾ ഈ ജാനശ്രുതി ഒരു പക്ഷികളുടെ ഒരു സംവാദം കേട്ടു. കമ്പര ഏനമേതസന്തം സയുഗ്വാനമിവ രൈക്വമാഥ. അപ്പോൾ ഈ 2 ഹംസങ്ങൾ സംസാരിച്ചുകൊണ്ട് പോയിരിക്കുകയായിരുന്നു. ഇങ്ങനെ പോകുമ്പോൾ ഈ ജാനശ്രുതിയെ ഈ രൈക്യൻ എന്ന് പറയുന്ന വണ്ടി വലിക്കുന്ന ഒരുവനോട് ഉപമിച്ചു. അങ്ങനെ ഒരാൾ ഉപമിച്ചു കഴിഞ്ഞപ്പോൾ അത്രയ്ക്ക് മഹത്വമൊന്നും ഇല്ലാത്ത ആളാണ് ഈ ജാനശ്രുതി എന്നൊരു ഹംസം പറഞ്ഞു. അപ്പോൾ ഇപ്രകാരം വണ്ടി വലിക്കുന്ന രൈക്യൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ, അപ്പോൾ ഇദ്ദേഹത്തിനുള്ള മഹത്വം പോലും ഈ ജാനശ്രുതിക്കില്ല എന്നത് ജാനശ്രുതി ഹംസത്തിൽ നിന്ന് ശ്രവിച്ചതിന് ശേഷം ഈ ജാനശ്രുതിക്ക് വളരെയധികം ദുഃഖമുണ്ടാകുകയും ആ ദുഃഖം കാരണം ഇദ്ദേഹം രൈക്യനെ കാണാൻ വേണ്ടിയിട്ട് ഓടി വരികയും ചെയ്തു. ഇപ്രകാരം ഓടി വരുന്നത് ദുഃഖത്താൽ ഓടി വന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ രൈക്യൻ ഈ ജാനശ്രുതിയെ ശൂദ്രൻ എന്ന് വിളിച്ചത്. അതുകൊണ്ട് ജാനശ്രുതി ശൂദ്രനല്ല, ക്ഷത്രിയനാണ്. ജാത്യാ ശൂദ്രനായവന് ശ്രൗതബ്രഹ്മവിദ്യയിൽ അധികാരം ഇല്ലെന്ന് പറയുന്നത് യുക്തം തന്നെ. ഇതാണ് ഇതിനകത്തെ വാദം. അപ്പോൾ അതായത് ഇവിടെ നമ്മൾ എടുക്കേണ്ട ഒരു കാര്യം, ഈ ബ്രഹ്മവിദ്യ വേദത്തിനുള്ളിൽ വേദനിഹിതമാണ്. അപ്പോൾ വേദത്തിനുള്ളിലേക്ക് ഒരുവന് പ്രവേശിക്കണമെങ്കിൽ തന്നെ ഉപനയനം നടത്തണം. അപ്പോൾ ഉപനയനം എന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ വർണ്ണങ്ങൾക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതാണ്. അതുകൊണ്ട് ഇവിടെ ഈ പറഞ്ഞ 3 അധികാരങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവത്തില്ലല്ലോ. നമ്മൾ ദേവതകൾക്ക് പറഞ്ഞിരിക്കുന്ന അധികാരമുണ്ടല്ലോ, കർമാധികാരമുണ്ടോ, ഉപാസനാധികാരമുണ്ടോ, ജ്ഞാനാധികാരമുണ്ടോ. അപ്പോൾ അതേ 3 അധികാരങ്ങളും ഇവിടെയും ഇല്ല എന്നുള്ളതാണ് ഈ സൂത്രത്തിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിന് പൂർവപക്ഷം അങ്ങനെയല്ല. പൂർവപക്ഷം പറയുന്നു ശൂദ്രനും ബ്രഹ്മവിദ്യയ്ക്ക് അധികാരമുണ്ട് എന്ന് പൂർവപക്ഷം പറയുന്നു. തസ്മാത് ശൂദ്രോ യജ്ഞേ അനവനുക്തഃ എന്ന് തൈത്രീയ സംഹിതയ്ക്കകത്ത് പറയുന്നു. അതിനാൽ ശൂദ്രന് യജ്ഞത്തിന് അധികാരമില്ല എന്നവിടെ പരാമർശിച്ചിരിക്കുന്നു. അതുകൊണ്ട് യജ്ഞത്തിന് ശൂദ്രന് അധികാരമില്ല എന്ന് മാത്രമേ വേദത്തിൽ പറഞ്ഞിട്ടുള്ളൂ. പകരം ബ്രഹ്മവിദ്യയിൽ ശൂദ്രന് അധികാരമില്ല എന്ന് ഒരിടത്തും ഈ വേദത്തിൽ പറഞ്ഞിട്ടില്ല എന്ന്. യജ്ഞത്തിൽ അധികാരമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ അതുകൊണ്ട് ബ്രഹ്മവിദ്യയിൽ അധികാരമുണ്ട് എന്നുള്ളതാണ് പൂർവപക്ഷം കൊണ്ടുവരുന്നത്. അപ്പോൾ അതായത് കർമ്മത്തിന് അധികാരമില്ല, പക്ഷെ ജ്ഞാനത്തിന് അധികാരമുണ്ട്. ഇത് രണ്ടും രണ്ടായിട്ട് എടുക്കണം എന്ന്. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ഈ രൈക്യന് ഉപദേശിച്ചു കൊടുത്തിരിക്കുന്ന സമ്പർക്കവിദ്യയാണ് ഈ രൈക്യൻ ജാനശ്രുതിക്ക് ഉപദേശിച്ചു കൊടുത്തത്. അപ്പോൾ രൈക്യൻ ഉപദേശിച്ചു കൊടുത്തിരിക്കുന്ന സമ്പർക്കവിദ്യയിൽ വേണമെങ്കിൽ അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ പോലും ബ്രഹ്മവിദ്യയിൽ അധികാരമില്ല. ഇപ്രകാരം ഒരു വാദം ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അഹഹാരേ ത്വാ ശൂദ്ര തവൈവ സഹ ഗോഭിരസ്തു. ഇപ്പം ചാന്തോക്യോപനിഷത്തിനകത്ത് ഈ 4:2-3
ഈ ജാനശ്രുതി രൈക്വൻ്റെ മഹത്വം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ രൈക്വൻ ബ്രഹ്മജ്ഞാനിയാണ് എന്നറിയുകയും ഈ ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള രൈക്വന് ഈ ഉപഹാരമായിട്ട് 100 കണക്കിന് പശുക്കളെ കൊടുത്തു. അപ്പോൾ ഇങ്ങനെ പശുക്കളെ കൊടുത്തു കഴിഞ്ഞിട്ട് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ പശുക്കളെ കൊടുത്ത് സന്തോഷിപ്പിക്കുമ്പോൾ രൈക്വൻ പറഞ്ഞ വാക്യമാണിത്: അഹഹാരേ ത്വാശൂദ്ര, അല്ലയോ ശൂദ്ര എന്ന്. അഹഹാരേ ത്വാശൂദ്ര, അല്ലയോ ശൂദ്ര, തവൈവ സഹ ഗോഭിരസ്തു എന്ന്. നിന്റെ പശുക്കളെല്ലാം നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, പശുക്കളോടുകൂടിയ ഇവയെല്ലാം നിനക്ക് തന്നെ ഇരിക്കട്ടെ എന്ന്. അപ്പോൾ ഇവിടെ ഈ ജാനശ്രുതിയെ രൈക്വന് ശൂദ്ര എന്ന് വിളിച്ചതിലൂടെ മാനിക്കുകയാണോ ചെയ്തത്, അപമാനിക്കുകയാണോ ചെയ്തതെന്ന്. ഇവിടെ അപമാനിക്കുക എന്നുള്ള രീതിയിലാണ് ആ സൂത്രം എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അനാദരശ്രവണാത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആദരവ് കൊടുക്കാത്ത രീതിയിലാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്ന്. അപ്പോൾ ഇതുപോലൊരു പ്രയോഗമുണ്ട്. തവൈവവാഹ തവ നൃത്യഗീതേ എന്ന് നചികേതസ് യമൻ്റെ അടുത്ത് പറയുന്നത്. അവിടെ നമുക്ക് ഈ അനാദരത്വം എന്ന് പറയുന്നത് പ്രസക്തമല്ല, അവിടെ അങ്ങനെയൊന്നുമില്ല എന്ന്. അപ്പോൾ ഇവിടെ അത് ഈ അനാദരത്വം കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിൻ്റെ പശുക്കൾ നിൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് ബ്രഹ്മവിദ്യ ഇവിടെ ചോദിച്ചിട്ട് അതിന് പ്രത്യുപകാരമായിട്ടാണ്, അത് വിദ്യയ്ക്ക് പ്രത്യുപകാരമായിട്ടാണ് പശുക്കളെ ഇവിടെ ഓഫർ ചെയ്തത്. അവിടെയാണെന്നുണ്ടെങ്കിൽ ബ്രഹ്മവിദ്യയ്ക്ക് പകരം പശുക്കളാണ് അവിടെ ഓഫർ ചെയ്തത്. ഇതാണ് അതിൻ്റെ വ്യത്യാസം. ബ്രഹ്മവിദ്യയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ പശുക്കളെ ഓഫർ ചെയ്തു. യമനും നചികേതസും ഉള്ള സംവാദത്തിൽ പശുക്കൾ ഉൾപ്പെടെ, അതായത് സമ്പത്ത്, പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ സമ്പത്തിനെ ബ്രഹ്മവിദ്യയ്ക്ക് പകരം, ബ്രഹ്മവിദ്യ ചോദിക്കാതിരിക്കാൻ, ആവശ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഓഫർ ചെയ്തു. അപ്പോഴാണ് അവിടെ തവൈവവാഹ തവ നൃത്യഗീത എന്നുള്ള പ്രയോഗം അവിടെ ഉണ്ടായത്. അപ്പോൾ അങ്ങനത്തെ ഒരു ആവശ്യം ഇവിടെ ഉണ്ടായില്ല. അപ്പോൾ ഇതാണ് ഇത് പറയുന്നുണ്ട്. പക്ഷെ അപ്പം ഇങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ പല സംശയങ്ങളും നമുക്ക് ഇത് ഈ ശൂദ്രന് സമ്പൂർണമായിട്ടും ബ്രഹ്മവിദ്യാധികാരം നിഷേധിച്ചാൽ, ബ്രഹ്മവിദ്യാധികാരം നിഷേധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മവിദ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ഈശ്വരോപാസന, ഈശ്വരജ്ഞാനം, ഈശ്വരപ്രാപ്തി, ഇതാണല്ലോ. അപ്പോൾ ഈശ്വരോപാസന, ഈശ്വരപ്രാപ്തി, ഈശ്വരജ്ഞാനം, അതോടൊപ്പം ദേവതോപാസന എന്ന് കൂട്ടിക്കും. അപ്പോൾ എല്ലാ വിധത്തിലും ആണെങ്കിൽ ഇപ്പം ദേവതാരാധന എന്ന് പറയും. അപ്പോൾ എല്ലാ വിധത്തിലും ദേവതാരാധനയ്ക്ക് അവകാശമില്ലാതിരിക്കുക, ഈശ്വരാരാധനയ്ക്ക് അവസരമില്ലാതിരിക്കുക. അപ്പോൾ ദേവതകളെന്ന് പറയുന്ന ഈശ്വരൻ എന്ന് പറഞ്ഞ് രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഈശ്വരൻ എന്ന് പറയുമ്പം ഈ സൃഷ്ടിസ്ഥിതി സംഹാരകർത്ത എന്നുള്ള അർത്ഥത്തിലെടുക്കും. ദേവതകളെന്ന് പറയുമ്പം ബാക്കിയുള്ള എല്ലാവിധ കർമ്മങ്ങളും ചെയ്യുന്ന, നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്ന ദേവതകൾ, ഇന്ദ്രാദികൾ, ഇന്ദ്രൻ, വരുണൻ തുടങ്ങിയിട്ടുള്ള. അപ്പോൾ ഇവരെയൊന്നും വന്ദിക്കാനുള്ള അധികാരമില്ലാത്തവർ എന്നുള്ള രീതിയിലേക്ക് ശൂദ്രൻ പോകുന്നു. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഈ പുരാണങ്ങൾക്കും ഈ ഇതിഹാസങ്ങൾക്കും, അതായത് ബാക്കിയുള്ള ഇതേമാതിരിയുള്ള സ്മൃതി പുരാണങ്ങളുടെ എല്ലാ കഥകൾ മുഴുവൻ പറഞ്ഞിരിക്കുന്നതിനകത്ത് അവിടെ ശൂദ്രന് കൊടുത്തിരിക്കുന്ന മഹത്വം വളരെയധികം കൊടുത്തിട്ടുമുണ്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് കാണാം, ഇപ്പം ശ്രീരാമചന്ദ്രന്, ഗുഹനെ, ഈ ഞങ്ങൾ 5 പേരാണ്, 4 പേരും അതിൻ്റെ കൂട്ടത്തിൽ 5ാമനായിട്ടാണ് ഗുഹൻ എന്നുള്ളൊരു പ്രയോഗമുണ്ട്. അങ്ങനെ ഒരു സഹോദരനായിട്ട് ഗുഹനെ കാണുന്നു. അപ്പം ഇവിടെ അതേമാതിരി ശബരിയുടെ അടുത്ത് പോയി കഴിയുമ്പോൾ അവിടെ ഒരു തരത്തിലാണെന്നുണ്ടെങ്കിലും ശബരിയുമായിട്ടുള്ള ഒരു ഭേദകൽപ്പനയും അവിടെ ശ്രീരാമചന്ദ്രൻ കൊടുത്തില്ല. ഒരു ഉദാഹരണത്തിന് പറഞ്ഞതേ ഉള്ളൂ. ഇനി ശ്രീകൃഷ്ണൻ്റെ കഥയിലേക്ക് വന്നു കഴിഞ്ഞാലും ഇതേമാതിരിയാണെങ്കിൽ ഈ യാദവരുടെ കൂടെ കഴിഞ്ഞിരിക്കുന്ന ഘട്ടത്തിലാണെന്നുണ്ടെങ്കിൽ, ഇന്നത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാദവരെന്ന് പറയുന്നത് തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ടതാണ്, അതായത് അധകൃതർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഒരു തരത്തിലുമാണെന്നുണ്ടെങ്കിൽ അക്കാലങ്ങളിൽ ഈ മാതിരിയുള്ള പ്രയോഗങ്ങളൊന്നുമില്ല. ഇനിയിപ്പം വിതുരനെ തുടങ്ങിയിട്ടുള്ളവരാണെങ്കിൽ മഹാജ്ഞാനികളെന്നാണ് പറയുന്നത്. വിതുരനീതി, വിതുരോപദേശം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുണ്ടല്ലോ. ഇത് എന്ന് മാത്രമല്ല, പുരാണങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇതിഹാസങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇതിനകത്തൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല എന്നുള്ളത് കാണാം. അതായത് ഇപ്പം ഒരുവനെ ശപിച്ച് ചണ്ടാളനാക്കുന്നു. ചണ്ടാളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും അല്ല. ബ്രാഹ്മണനും വൈശ്യനും ക്ഷത്രിയനും അല്ലാതിരിക്കുമ്പോൾ പിന്നീട്
പിന്നീടുള്ളത് ശൂദ്രനാണ്. പിന്നെ ശൂദ്രനിൽ നിന്നും കൂടെ അകറ്റി കഴിയുമ്പോൾ മാത്രമാണ് ചണ്ടാളത്വം എന്ന് പറയുന്നത്. അതായത് ശൂദ്രനിൽ തന്നെ പെട്ടതായിട്ട് പറയാം. ചണ്ടാളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ശൂദ്രൻ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടിരിക്കുന്നു. സമൂഹത്തിൽ നിന്നും കൂടെ തിരസ്കരിച്ച് കഴിഞ്ഞാൽ, അകറ്റി നിർത്തി കഴിഞ്ഞാൽ ചണ്ടാളനായിട്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് രാജാവിനെ ശപിച്ച് ചണ്ടാളനാക്കി, ത്രിശങ്കുവിനെ ശപിച്ച് ചണ്ടാളനാക്കി. പിന്നെ ഈ ചണ്ടാളത്വം നീങ്ങാൻ വേണ്ടിയിട്ടാണ് വിശ്വാമിത്ര മഹർഷി എടുത്തു പോയിട്ട് വസിഷ്ഠൻ ശപിച്ച് ചണ്ടാളനാക്കി. അപ്പോൾ ചണ്ടാളത്വം പോകാൻ വേണ്ടിയിട്ട് വിശ്വാമിത്ര മഹർഷി എടുത്തു പോയിട്ട് വിശ്വാമിത്ര മഹർഷിയെ പ്രസാദിപ്പിച്ചു. അങ്ങനെ പ്രസാദിപ്പിച്ച് കഴിഞ്ഞപ്പോൾ വസിഷ്ഠൻ കാരണമാണ് ഈ ത്രിശങ്കുവിന് ചണ്ടാളത്വം കിട്ടിയതെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ വസിഷ്ഠ മഹർഷിയോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വിശ്വാമിത്രനെ നേരെ ഈ ത്രിശങ്കുവിനെ നേരെ സ്വർഗത്തിലയക്കാം എന്ന് വിശ്വാമിത്രൻ തീരുമാനിച്ചു. ഇങ്ങനെയൊക്കെയാണ് കഥകൾ പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കാണാം ഈ ചണ്ടാളത്വം വന്നു ചേരുന്ന ഒരവസ്ഥയാണ്. അപ്പം ചണ്ടാളത്വം വന്നു ചേരുന്നതാണ്. അതേമാതിരി ഹരിശ്ചന്ദ്രൻ്റെ കഥ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിൽ ഹരിശ്ചന്ദ്രന് പറയുമ്പോൾ ക്ഷത്രിയനാണ്, പക്ഷേ ഇപ്പോൾ ചണ്ടാള കർമ്മം ചെയ്തു എന്നുള്ളത്. അപ്പം ചണ്ടാള കർമ്മം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ചണ്ടാളനാണ്. അതുകൊണ്ട് ഹരിശ്ചന്ദ്രൻ്റെ നിറം മുഴുവൻ മാറി, സ്വരൂപം മാറി. അതുകൊണ്ട് ഹരിശ്ചന്ദ്രൻ്റെ പത്നിക്ക് തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതി എത്തി ഹരിശ്ചന്ദ്രനെ. അതേമാതിരി ഹരിശ്ചന്ദ്രന് പത്നിയെയും തിരിച്ചറിഞ്ഞില്ല, ഹരിശ്ചന്ദ്രനെ പത്നിയും തിരിച്ചറിഞ്ഞില്ല. ഈ മാതിരിയുള്ള മാറ്റങ്ങൾ, അതായത് ദാസീഭാവം ഹരിശ്ചന്ദ്രൻ എന്ന് പറയുന്ന ചക്രവർത്തിയുടെ പത്നിക്ക് ദാസിയായി മാറി. ദാസി എന്ന് പറയുമ്പോൾ ശൂദ്ര സ്ത്രീയായി. അതേമാതിരി ഹരിശ്ചന്ദ്രനാണെങ്കിൽ ചണ്ടാളനുമായി. ശൂദ്ര സ്ഥാനം തന്നെ, പക്ഷെ അതിൽ കൂടി ഏറ്റവും താഴ്ന്നതായിട്ട് പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവിടെ നമ്മൾ കഥകൾ കാണുമ്പോൾ, പക്ഷേ അവരുടെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് അവർ മാറുകയും ചെയ്തു. ഇനി അടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ പാണ്ഡവരിൽ 5 പേരും ഈ ശൂദ്രവൃത്തിയിൽ എന്ന് പറയാവുന്ന സ്ഥാനത്ത് തന്നെയാണ് ഈ 1 വർഷത്തെ അജ്ഞാതവാസം കഴിഞ്ഞത്. ഇവരെല്ലാവരും കുതിരക്കാരനായിട്ടും പാചകക്കാരായിട്ടും ഇങ്ങനെയുള്ള സേവകളൊക്കെ ചെയ്തുകൊണ്ട് ആണ് അവിടെ കഴിഞ്ഞുകൂടിയത്. ഇനിയും സൈരന്ധ്രി എന്ന രീതിയിൽ ഈ കൊട്ടാരത്തിലെ ഒരു ദാസിയായിട്ടാണ് പാഞ്ചാലിയും കൂടെ കഴിഞ്ഞത്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇവരെല്ലാം ശൂദ്രകർമ്മത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ വരുമ്പോൾ ആ സമയത്തിൽ അവർ ശൂദ്രർ തന്നെയാണല്ലോ. ഈ ഗുണകർമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ജാതിയിൽ അവർ ക്ഷത്രിയരാണെന്നുണ്ടെങ്കിലും കർമ്മം കൊണ്ട് അവർ ശൂദ്രത്വം കിട്ടി. ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളെല്ലാം നമ്മൾക്ക് ധാരാളം അവിടെ ഇവിടെ എല്ലാം കാണാം. ഇനി വിതുരനാണെന്നുണ്ടെങ്കിൽ, ഇനി പിതാവ് ബ്രാഹ്മണനാണെന്നുണ്ടെങ്കിൽ ബ്രാഹ്മണ്യം കിട്ടുമോ? അങ്ങനെയില്ല. അപ്പം മാതാവ് ബ്രാഹ്മണയാണെന്നുണ്ടെങ്കിൽ ബ്രാഹ്മണ്യം കിട്ടത്തില്ല. രണ്ടുപേരും കൂടെ ബ്രാഹ്മണരാണെങ്കിലേ ബ്രാഹ്മണ്യം കിട്ടത്തുള്ളൂ. ഇപ്രകാരമുള്ള ഈ ജാതിയുടെ എല്ലാം പ്രശ്നങ്ങളെല്ലാം ഏതോ ഒരു കാലഘട്ടത്തിലേക്ക് വന്നു ചേർന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആ സമയത്താണ് ഇതിനെല്ലാം പ്രാധാന്യം കിട്ടിയത്. ഇത് ഈ നമ്മുടെ ഈ വൈദിക ധർമ്മത്തിൽ ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന നല്ലൊരു കോൺസെപ്റ്റ് അവതരിപ്പിച്ചു. പക്ഷേ ഈ അവതരിപ്പിക്കപ്പെട്ട കോൺസെപ്റ്റുകളിൽ ഒരുമാതിരി സമൂഹത്തിൽ ഒരുമാതിരി ദുഷിച്ചു പോയ ഒന്നായിട്ട് ചാതുർവർണ്ണ്യം മാറി എന്നുള്ളത്. അതായത് ഭഗവാന്റെ കയ്യിൽ ഒതുങ്ങി നിന്നില്ല. ഭഗവാൻ എന്തുദ്ദേശിച്ചതാണോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വല്ലാത്ത തരത്തിൽ വികൃതമാക്കി കളഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഇതിനകത്ത് ഈ ശൂദ്ര എന്നുള്ളതിനകത്ത് നികൃഷ്ടത്വം വന്നു ചേർന്ന ഒന്നായിട്ട് ഈ ശൂദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നതായിട്ട് ഇതിനകത്ത് ചിത്രീകരിക്കപ്പെട്ടു. ഇങ്ങനെ ചിത്രീകരിക്കപ്പെടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ കർമ്മസിദ്ധാന്തത്തിനും കർമ്മഫലത്തിനും, അതായത് കർമ്മസിദ്ധാന്തത്തിൽ കർമ്മഫലം ഉണ്ടല്ലോ. അപ്പോൾ ഈ കർമ്മഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടാണ് ഈ ശൂദ്രന് നികൃഷ്ടത്വം വരാൻ അതിനകത്ത് സിദ്ധാന്തത്തിൻ്റെ ഒരു ആനുകൂല്യം കിട്ടിയത്. അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പുണ്യത്താൽ സുഖവും പാപത്താൽ ദുഃഖവും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പാപമായിട്ട് കർമ്മം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ദുഃഖിക്കുന്ന ഒരുവനായിട്ട് ജനിക്കേണ്ടി വരുന്നത്. അപ്പം ദുഃഖിക്കുന്ന ഒരുവനായിട്ട് ജനിക്കുന്നവനാണ് ശൂദ്രൻ എന്നുള്ള രീതിയിൽ അർത്ഥവും കിട്ടി. ഇങ്ങനെ ശൂദ്രന് ദുഃഖിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ശോകത്താൽ ദ്രവിച്ചവൻ എന്നുള്ള അർത്ഥത്തിലാണ് ശൂദ്രൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് കാരണം ജന്മനാ തന്നെ പാപമുള്ളവൻ എന്നുള്ള അർത്ഥത്തിലേക്ക് വന്നു ചേർന്നു. ഇതെല്ലാം വരുത്തി വെച്ചതാണ്. അപ്പോൾ ഈ ചില ആൾക്കാർ നിങ്ങൾ ശൂദ്രനാണെന്ന് പറഞ്ഞാൽ അങ്ങ് ശൂദ്രനായി. അപ്പോൾ അങ്ങനെ സമൂഹത്തിലെ ഒരു വിഭാഗം ശൂദ്രനാക്കുക അല്ലെങ്കിൽ ബ്രാഹ്മണനാക്കുക തുടങ്ങിയിട്ടുള്ളതെല്ലാം ഈ രാജ്യവ്യവസ്ഥയുടെ അല്ലെങ്കിൽ ഭരണവ്യവസ്ഥയുടെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. ഇതൊന്നും നമുക്ക് വേദത്തിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ
ഈശ്വരനിലേക്കോ ഒന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. വേദത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞാലും ഈശ്വരൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാലും ഒരു ടെക്സ്റ്റിനകത്ത് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒരു സമൂഹത്തിലൊരു നിയമമാകത്തില്ല. നിയമം ആകണമെന്നുണ്ടെങ്കിൽ അത് നടത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ അപ്രകാരമാണ് ഈ ഭരണവ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കാലത്തും ഏത് ദേശത്താണെന്നുണ്ടെങ്കിലും എന്താണോ ആ ദേശത്തിലെ സമൂഹത്തിൻ്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് അത് അവിടുത്തെ ഭരണവ്യവസ്ഥ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ചൈനയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉള്ള എല്ലാ ഈ ഭേദങ്ങളെയെല്ലാം ഇല്ലാതാക്കിയിട്ട് ഒരേ വിഭാഗത്തിൽ തന്നെ മാറ്റി. ഒരു കാലത്ത് റഷ്യയിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അതേമാതിരിയാണ്. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇനി അറബ് രാജ്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോരോ കാലഘട്ടത്തിൽ ഭരണവ്യവസ്ഥകൾ മാറുമ്പോൾ അതനുസരിച്ചിട്ട് അവർ തീരുമാനിക്കും ഇനിയുള്ള ജനങ്ങൾ ഏത് മതവിഭാഗമായിട്ട്, ഏത് ജാതി വിഭാഗമായിട്ട്, മതമില്ലാത്തവരായിട്ടാണോ ഇനി മതമുള്ളവരായിട്ടാണോ, പൊതുസ്വത്ത് മാത്രം മതിയും തീരുമാനിക്കുന്നവരാണോ, സ്വകാര്യ സ്വത്ത് ആവാം തീരുമാനിക്കുന്നവരാണോ, ഉപാസനകൾ വേണ്ടുന്നവരാണോ, ഉപാസനകൾ പാടില്ലാത്തവരാണോ, എല്ലാം ഉപേക്ഷിച്ചിട്ട് പോകേണ്ട യോഗ്യതയുള്ളവരാണോ, ആരും ഉപേക്ഷിച്ചിട്ട് പോകാൻ പാടില്ല എന്ന നിയമം വെക്കുന്നവരാണോ, അതായത് സന്യാസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ പാടില്ല എന്നുള്ള നിയമം വെക്കുന്നവരാണ്. സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാരതത്തിൻ്റെ സന്യാസം എന്ന് മാത്രമല്ല, ഇപ്പോൾ ഏത് മതത്തിലാണെന്നുണ്ടെങ്കിലും അപ്രകാരം ഈ വിവാഹം കഴിക്കാത്ത ഒരു സന്യസിച്ച ഒരു ജീവിതം എന്ന് പറയുന്നത് അംഗീകരിക്കാത്ത ഒരു മതം തന്നെയുണ്ട്. അപ്പോൾ ഈ മാതിരിയുള്ളത് എല്ലാം തീരുമാനിക്കുന്ന അതാത് സമയത്തെ ഭരണവ്യവസ്ഥകൾ മാത്രമാണ്. അപ്പോൾ അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മൾ ഇവിടെയും കാണണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടുത്തെ ചർച്ചയിൽ വരുന്നത് ഒന്നേ ഉള്ളൂ, അതായത് ഈ ബ്രഹ്മവിദ്യ വേദത്തിനുള്ളിലുള്ളതാണ്. അപ്പം വേദാധികാരമുള്ളവർക്ക് മാത്രമേ ബ്രഹ്മവിദ്യയുള്ളൂ എന്ന കോൺസെപ്റ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പം വേദാധികാരം ശൂദ്രനില്ല, അതുകൊണ്ട് ശൂദ്രന് ഇതിനകത്ത് അധികാരമില്ല. ഇത്രയ്ക്ക് സിമ്പിളായിട്ട് മാത്രമേ നമ്മൾ ഇതിനകത്ത് എടുക്കേണ്ടതുള്ളൂ. പക്ഷേ എങ്കിൽ കൂടിയും ചർച്ചയിൽ പല കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബ്രഹ്മവിദ്യയിൽ മാത്രമല്ല ശൂദ്രന് യജ്ഞത്തിനും അധികാരമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ പോയി കഴിയുമ്പോൾ ക്ഷത്രിയത്വഗതേശ്ചോത്തരത്ര ചൈത്രരഥേ ന ലിംഗാത്. അപ്പോൾ ഈ സൂത്രത്തിൽ പറയുന്നത്, അപ്പം ജാനശ്രുതിയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ജാനശ്രുതി ശൂദ്രനല്ല എന്ന് നമുക്ക് ഈ ഉപനിഷത്തിൻ്റെ പിന്നീട് വരുന്ന ഭാഗത്തുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്. ഈ ജാനശ്രുതിയെക്കുറിച്ച് പറയുന്നിടത്ത് ചൈത്രരഥേ ന ലിംഗാത് എന്ന് ഉള്ള പ്രയോഗമുണ്ട്. ക്ഷത്രിയനായ ചൈത്രരഥൻ എന്ന് പറയപ്പെട്ടിരിക്കുന്ന ലക്ഷണം ചൈത്രരഥേന ലിംഗാത് എന്നുള്ളത്. അപ്പം ഈ ചിത്രരഥൻ എന്ന് ചൈത്രരഥേന ലിംഗാത് എന്നുള്ള ആ ഒരു സൂത്രത്തിലൂടെ അവിടെ പറയുന്നത് ഇവിടെ ഈ ക്ഷത്രിയൻ ആണെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള പ്രയോഗമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലാതെ ശൂദ്രൻ എന്നുള്ള പ്രയോഗം അല്ല എന്നുള്ളതാണ്. ഈ ജാനശ്രുതിക്ക് അഭിപ്രതാരിയായ ചൈത്രരഥൻ എന്ന ക്ഷത്രിയനോട് ചേർന്ന് പഠിച്ചിരിക്കുന്നുവെന്ന് മറ്റ് സ്ഥലങ്ങളിൽ കാണും. ഇങ്ങനെയാണ് അർത്ഥം പോയിരിക്കുന്നത്. പ്രായേണ ഒരു വംശത്തിൽ ജനിച്ചവരെ യജിപ്പിക്കുന്നവരും ആ വംശത്തിൽ ജനിച്ചവരായിരിക്കും. അവനിൽ നിന്നും ചൈത്രരഥി എന്നൊരു ക്ഷത്രിയ പതിയുണ്ടെന്ന് കാണുന്നതിനാൽ ചൈത്രരഥൻ ക്ഷത്രിയനാണെന്ന് സിദ്ധിക്കുന്നു. അപ്പം പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ വിദ്യ എന്ന് പറയുന്നത് ഈ ഉപനയനം നടത്തുന്നത് പിതാവ് തന്നെയായിരിക്കും. അതല്ലെങ്കിൽ സ്വജാതി എന്ന് പറഞ്ഞാൽ ഈ സ്വവർണത്തിൽപ്പെട്ട ചിലപ്പോൾ ഗുരുക്കന്മാരുണ്ടാവും. അപ്പം സാധാരണഗതിയിൽ പിതാവായിരിക്കും മുഖ്യമായിട്ടും അവിടെ ഉപദേശിക്കുക എന്ന് പറയുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും ആണെങ്കിൽ പലർക്കും കുലഗുരു എന്നൊക്കെ പറയുന്ന ഗുരു ഉണ്ടാവും. അപ്പോൾ ഇവരൊക്കെ എന്ന് പറയുന്നത് ഈ ഒന്നുകിൽ അവനവൻ്റെ തന്നെ ധർമ്മത്തിലുള്ളവർ, അവനവൻ്റെ തന്നെ വർണ്ണത്തിലുള്ളവർ, അതല്ലെങ്കിൽ അതിനേക്കാൾ ഉത്കൃഷ്ടമായ വർണ്ണത്തിലുള്ളവർ, ഇപ്രകാരം മാത്രമേ എടുക്കത്തുള്ളൂ എന്നുള്ളത്. അപ്പോൾ അവരാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അത് കാരണം ഈ ഒരു ബ്രാഹ്മണ ബാലനെ സംബന്ധിച്ചിടത്തോളം പിതാവ് തന്നെ ഉപനയനം നടത്തി വേദ പഠനത്തിന് യോഗ്യനാക്കി മാറ്റി.
അതിനുശേഷമാണ് മറ്റാചാര്യന്മാരിലോട്ട് പോകുന്നത്. മറ്റാചാര്യന്മാർ അവിടെ വന്നു കഴിയുമ്പോൾ ഈ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞവരാണ് എന്ന് കണ്ടതിന് ശേഷമാണ് പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപനയനം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രാഥമിക വിദ്യാഭ്യാസം ഈ പിതാവിൽ നിന്ന് തന്നെ കിട്ടുന്നു, അല്ലെങ്കിൽ ആ സ്ഥാനത്തുള്ളവരിൽ നിന്ന് കിട്ടുന്നു. അപ്പോൾ ഇതിന് ശേഷമാണ് അടുത്തതിലേക്ക് പോകുന്നത്. ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ ഈ സ്കൂളുകളിലൊക്കെ ചേർക്കുന്ന പോലെ ഒരു പ്രായമുണ്ട്. അതേമാതിരി ഇപ്പം ഈ ഇതിനുണ്ടല്ലോ, ഇതിന് മുമ്പ് പഠിക്കേണ്ട ഭാഗങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട് എന്ന് തീരുമാനിക്കുമ്പോഴാണ് പലപ്പോഴും ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹൈസ്കൂളിലേക്ക് 8ാം ക്ലാസ്സിലേക്ക് നേരിട്ട് പ്രവേശം. അതല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു 15 വയസ്സോ 16 വയസ്സോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരിട്ട് 10ാം ക്ലാസ് പോയി എഴുതാൻ തോന്നുന്നു. അങ്ങനെ എന്തോ ഒരു നിയമമുണ്ടെന്ന്. അപ്പോൾ അതേമാതിരിയാണ് ഈ പണ്ടുകാലത്ത് ഈ ഗുരുകുലത്തിലേക്ക് പോവുക എന്ന് പറയുന്നത്. ഗുരുകുലത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അധികാരത്തോടുകൂടി ചെല്ലുമ്പോൾ ആണ് അവിടെ അവിടെ ചെന്നിട്ടുള്ള ഉപനയനമല്ല, മുമ്പേ തന്നെ ഉപനയനമൊക്കെ നടത്തിയിട്ടുണ്ടാവും, അവിടെ പഠിക്കാൻ ചെല്ലുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്രമമാണ് പണ്ട് തൊട്ട് തന്നെ ശീലിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ അതാത് സമൂഹത്തിൻ്റെ ഓരോ സമൂഹത്തിലുണ്ട്, ഓരോ കാലഘട്ടത്തിലുണ്ടാകുന്ന ഓരോ രീതികളെന്ന് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അന്നത്തെ രീതി ഇങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. അല്ലാതെ ഇതൊന്നും എല്ലാ കാലത്തുമുള്ള സ്ഥായിയായിട്ടുള്ള ധർമ്മങ്ങളൊന്നും ആയിട്ട് തന്നെ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. കാലങ്ങൾ മാറുമ്പോഴെല്ലാം മാറും എന്നുള്ളതാണ്. പണ്ട് കാലത്താണെന്നുണ്ടെങ്കിൽ ബ്രാഹ്മണൻ കടൽ കടന്ന് പോകാൻ പാടില്ല എന്നുള്ള നിയമം ഉണ്ടായിരുന്നു. ഇന്ന് കടൽ കടന്ന് പോകാൻ പാടില്ല എന്നുള്ള നിയമം ആര് പാലിക്കുന്നു? അതുകൊണ്ട് അതേമാതിരി അപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇനി ബ്രാഹ്മണൻ ഈ മാംസവും മദ്യമാംസങ്ങൾ ഇതൊന്നും കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒരു ആചാരം പോലുള്ളത്. പക്ഷേ ആ കഴിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പൂജയുടെ ഭാഗമായിട്ട് തന്നെ കഴിക്കുന്നവരും ഉണ്ട്. പൂജയില്ലാതെ കഴിക്കുന്നവരും പൂജയുടെ ഭാഗമായിട്ട് കഴിക്കുന്നവരും. പിന്നെ ആരാധനയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സാത്വികമായിട്ട് ദൈവാരാധന എന്ന് പറയുന്നത് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് പത്രം പുഷ്പം ഫലം തോയ, അപ്പം ദേവതാർച്ചന എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മുടെ മുന്നിലോട്ട് വരുന്നത്. എന്നാൽ ഇതല്ലാതെ ആടിനെ വെട്ടുകയും കോഴിയെ ആടിനെ വെട്ടിയിട്ട് ആടിൻ്റെ മാംസം ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഇരുവശത്തും തൂക്കിയിടുന്ന തരത്തിലുള്ള ക്ഷേത്രങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതേമാതിരി ഇതുണ്ടല്ലോ ആസാമിലെ കാമാഖ്യ ക്ഷേത്രത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ അതേ ദൃഷ്ടിയിൽ മാത്രമേ ഇവിടെയും ഇതിനെയും കാണേണ്ടതുള്ളൂ. ഓരോ സമൂഹത്തിലും ഓരോ കാലഘട്ടത്തിലും ഓരോ കാര്യത്തിലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ചർച്ച വന്നിരിക്കുന്ന ഇതാണ്. അപ്പം ഈ ജാനശ്രുതി ഉപനിഷത്തിൽ എടുത്തു വെച്ചുകൊണ്ട് ജാനശ്രുതി ശൂദ്രനെ വിളിച്ചുകൊണ്ട് ശൂദ്രന് വിദ്യോപദേശം കൊടുത്തു. അതിനാൽ ശൂദ്രന് ഉപദേശം കിട്ടി, ശൂദ്രന് അധികാരിയാണ് എന്നെടുക്കരുത്. ജാനശ്രുതി ക്ഷത്രിയനാണ് എന്നാണ് ഈ രണ്ട് സൂത്രങ്ങളിലൂടെയും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. സംസ്കാര പരാമർശാത്തഭാവാഭിലാപാച്ച. ഇനിയിപ്പോൾ അതിനൊരു റീസൺ കൂടെ പറയുകയാണ്. എന്താണ്? സംസ്കാര പരാമർശാത്. അപ്പോൾ ഈ വിദ്യയ്ക്ക് അധികാരത്തിന് സംസ്കാരം വേണം. അപ്പോൾ ഈ സംസ്കാരം എന്ന് പറയുന്നത് ഉപനയനത്തിനാണ് ഇവിടെ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഉപനയനത്തിലേക്ക് എത്തുന്നത് വരെയുള്ള സംസ്കാരങ്ങളുണ്ടല്ലോ, പുംസവനം തൊട്ടുള്ള ഇങ്ങനെയുള്ള പല സംസ്കാരങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ സംസ്കാരത്താൽ ശുദ്ധി എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു രീതി. അപ്പോൾ സംസ്കാരത്താലുള്ള ശുദ്ധി എന്തിനാണ് നമ്മൾ വിചാരിക്കും, എന്തിനാണ് ഈ സംസ്കാരത്തിലുള്ള ശുദ്ധി എന്നൊക്കെ പറയുന്നത്? അതായത് ഒരു കൃത്യനിഷ്ഠ ഉണ്ടാക്കി വിട്ട ഒരു കുടുംബം. ഈ കൃത്യനിഷ്ഠ എന്ന് പറയുന്നത് അപ്പോൾ ആചാരം വിചാരം ഇത് രണ്ടിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വേദാധ്യയനം കൊണ്ട് ഒരു വ്യക്തിക്ക് ശോഭ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഈ ആചാരവും മാത്രം പോരാ, നമുക്ക് ആചാരങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഈ വിചാരം എന്ന് പറയുന്നത് ഈ കാട് കയറിയുള്ള മനസ്സിന് വിചാരമാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ മൈൻഡ് ഫോഗ്, മെൻ്റൽ ഫോഗിങ് എന്ന് മറ്റു പറയുന്ന മാതിരി ഇതുണ്ടല്ലോ, ഈ മൂടിപ്പോയി കിടക്കുന്ന ഒരു മനസ്സ് പോലെ. അതായത് ഈ തുടർച്ചയായിട്ട് ഓരോന്ന്, ഇപ്പോൾ ഈ ഫോണ് തുടർച്ചയായിട്ട് ഇങ്ങനെ ഈ വാട്സാപ്പ് നോക്കുന്നു, പിന്നെ അതിന് ശേഷം പിന്നെ അവിടെ തന്നെ ഈ ഫേസ്ബുക്കിലേക്ക് നോക്കുന്നു, ഫേസ്ബുക്കിനകത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് ഒരു പടം അടുത്തത് കണ്ടു. അപ്പോൾ ഇങ്ങനെ തിരിച്ചും മറിച്ചും കണ്ടു നോക്കിപ്പോയി ഒരു പാട്ട്
ഒരു 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 ബിറ്റ് ഒരു 2 വരി കേട്ടു, അത് തള്ളി അടുത്ത 2 വരി കേട്ടു, പിന്നെ അത് തള്ളി അടുത്ത 2 വരി കേട്ടു. ഇങ്ങനെയൊക്കെ പോയി കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ പോകുമ്പോൾ ഒരു കൺജഷൻ എന്ന് പറയുന്ന മാതിരി ട്രാഫിക് ജാം, അതാണ് മനസ്സിലൊരു ട്രാഫിക് ജാം വന്നു കഴിയുമ്പോൾ എല്ലാം കൂടെ സ്തബ്ധാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സ്തബ്ധാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതുണ്ടല്ലോ, ഈ നളന് പറ്റിയ മാതിരി ഊണിന്നാസ്ത കുറഞ്ഞ് നിദ്ര നിശയിങ്കൽ പോലുമില്ലാതെയായി എന്ന് പറയുന്ന ഒരു സ്ഥിതിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉറക്കം എന്ന് പറയുന്നത് ഇങ്ങനെ നീണ്ടു പോകുന്നു. ഉറക്കത്തിൻ്റെ സ്ഥിരത കിട്ടുന്നില്ല, അതിൻ്റെ ദൃഢത കിട്ടുന്നില്ല, ദൈർഘ്യം ഉണ്ടാകുന്നില്ല, ഇങ്ങനെ പല പല ദോഷങ്ങളുണ്ടാകുന്നു. അതായത് നേർത്ത ഉറക്കം, അതായത് ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പൂച്ചമയക്കം മാതിരി ഉറങ്ങി ഉണർന്ന് ഇങ്ങനെ പോകുന്ന ഒരു സ്ഥിതി എന്നൊക്കെ പറയുന്നത്, ഒരു ഗാഠനിദ്ര എന്ന് പറയുന്നത് ഇല്ലാണ്ടാവുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ എന്ന് പറയുന്നത് ഇതാണ് മനസ്സിൻ്റെ ഇതൊക്കെ എന്താണ് മൈൻഡ് ഫോഗ് എന്നോ മെൻ്റൽ ഫോഗ് എന്നോ മറ്റോ ഒരു പ്രയോഗമാണത്, കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഈ വിചാരം, അത് പ്രത്യേകിച്ച് പറയും ഈ ചന്ദ്രൻ അപകടകാരിയായിട്ട് ചന്ദ്രൻ ജാതകത്തിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനകത്ത് അസ്വസ്ഥത വരുമെന്ന്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് അതും ഈ അതും കർമ്മഫലം കൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ സംസ്കാരത്തിലൂടെ പോയാൽ പ്രതീക്ഷയാണ് ഈ വ്യക്തിയുടെ വിചാരം ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പ്രെഡിക്റ്റബിലിറ്റി ഉള്ള ഒരു വിചാരമായിരിക്കും പോകുന്നതെന്നുള്ളത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട് കയർന്ന് ചിന്തിക്കത്തില്ല, വിപരീതമായിട്ട് ചിന്തിക്കത്തില്ല, ദുഷിച്ച വിചാരങ്ങൾ ഉണ്ടാവത്തില്ല, നമ്മൾ പറയുന്ന സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ചിന്തകളൊക്കെ ഉണ്ടാകത്തില്ല. ഇത്തരത്തിലൊക്കെ നമുക്ക് പോകാം. ഇപ്പോൾ അതേസമയം ഈ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ കൂടെ ഉണ്ടാകുന്ന ഈ അനാഥാലയങ്ങളിലും, പിന്നെ നല്ല രീതിയിൽ നടത്തുന്ന അനാഥാലയമല്ല, അല്ലാതെ നടത്തുന്ന അനാഥാലയങ്ങളും, പിന്നെ അതിനകത്തുനിന്ന് ഈ പിടിച്ചുപറിയും മോഷണമൊക്കെ കൊണ്ട് വരുന്ന ആൾക്കാരുടെ കൂട്ടത്തിലുള്ള സഹവാസവും എല്ലാം കൂടെ ഒരു കുത്തഴിഞ്ഞ് കിടക്കുന്ന ഒരു കേന്ദ്രത്തിൽ അവിടെ ദുരിതവും അനുഭവിച്ചുകൊണ്ടും അതിൻ്റെ ഭാഗമായിട്ട് സർവൈവലിൻ്റെ ഭാഗമായിട്ട് പലതും ചെയ്യുകയും, പിന്നെ അവിടെ ഒരാളുടെ കയ്യിലിരിക്കുന്ന സാധനം കണ്ടിട്ട് അതുപോലൊന്നും നേടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വേറെ ഒരു പ്രവൃത്തി എടുക്കുകയും, അല്ലെങ്കിൽ മദ്യവും മയക്കുമരുന്നോ ആ തരത്തിലുള്ളതിലേക്ക് പോവുകയും, ഇങ്ങനെയൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നീട് ഈ ആഗ്രഹങ്ങൾ ഒരു ഭാഗത്ത് കിടക്കുന്നു, വിചാരങ്ങൾ ഒരു ഭാഗത്ത് കിടക്കുന്നു, ഭയം ഒരു ഭാഗത്ത് കിടക്കുന്നു. പിന്നെ വെറുതെ റോഡിൽ കൂടെ നടക്കുമ്പോൾ പോലും ആണെന്നുണ്ടെങ്കിലും ആരെങ്കിലും പിന്നാലെ വരുന്നുണ്ടോ, പോലീസുണ്ടോ തുടങ്ങിയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ എപ്പോഴും ഭയം എന്നൊക്കെ നടക്കുന്നു. അങ്ങനെയുള്ളവരുടെ ഒരു മനസ്സൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ ഒരു മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു കൃത്യമായിട്ട് ആചാരം വിചാരം ഒക്കെ കൊണ്ട് നടക്കുന്ന ഒരു ശുദ്ധനായ വ്യക്തിയുടെ മനസ്സും ഇപ്രകാരമുള്ള ഒരു വ്യക്തിയുടെ മനസ്സൊന്ന് താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്തൊരു അസ്വസ്ഥതയിലാണ് രണ്ടാമത്തെ വ്യക്തി പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെയാണ് നമുക്ക് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട്, അതായത് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത് ഒരു ശുദ്ധമാക്കപ്പെട്ട ജീവിതം എന്ന് പറയും. അതിനെയാണ് ഈ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംസ്കാരം കിട്ടാത്തത് കൊണ്ടാണ് ശൂദ്രന് ബ്രഹ്മവിദ്യക്ക് നമ്മൾക്കിവിടെ ബ്രഹ്മവിദ്യ എന്ന് പറയുമ്പോൾ വേദ പഠനത്തിനെയാണ്. വേദപഠനത്തിലൂടെയാണല്ലോ രണ്ടാമത്തെ ബ്രഹ്മവിദ്യയിലേക്ക് എന്നുള്ളതിലേക്ക് പ്രവേശനം കിട്ടുന്നത്. അതുകൊണ്ട് ആ രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് പുരാണങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇതിഹാസങ്ങളിലെയോ സ്മൃതികളുടെയോ കാര്യം എടുത്ത് ചർച്ചയ്ക്ക് ഇവിടെ എടുക്കുന്നില്ല. പകരം ബ്രഹ്മവിദ്യയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉപനിഷത്തുകളിലോ അല്ലെങ്കിൽ ശ്രുതിയെ മാത്രം ആസ്പദമാക്കിയിട്ടാണ് ചർച്ച പോകുന്നത്. അതുകൊണ്ട് ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പുരാണ ഇതിഹാസങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാലാണെന്നുണ്ടെങ്കിൽ കിം ജപൻ ജപ്യതേ ജന്തുഹു സർവസംസാര ബന്ധനാത്. മഹാഭാരതത്തിൽ ഇത് പ്രകാരമാണ് ചോദിക്കുന്നത്, എന്ത് ജപിച്ചാൽ ജന്തുക്കൾ മുക്തരമാകും എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതിന് യുധിഷ്ഠിര ശാന്തനവം എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷ്ണു സഹസ്രനാമത്തിൽ ഭീഷ്മർ പറഞ്ഞു കൊടുക്കുന്നതാണ് വിഷ്ണു സഹസ്രനാമം. എന്നിട്ട് വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ മതി എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറയുകയാണ് സ്ത്രീയോ വൈശ്യസ്തഥാ ശൂദ്രഹ എന്നുള്ള പ്രയോഗമുണ്ട്. അപ്പോൾ ബ്രാഹ്മണരും ക്ഷത്രിയരും ഇതിനാൽ
ഇത് ജപിച്ചിട്ട് ഈ വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ യോഗ്യരാണ് എന്ന പ്രയോഗത്തിന് ശേഷം, അതായത് ബ്രാഹ്മണരും ക്ഷത്രിയരും, ഇതിന് ശേഷം പറഞ്ഞിരിക്കുകയാണ് സ്ത്രീയോ വൈശ്യസ് തഥാ ശൂദ്രഃ എന്ന്. സ്ത്രീകളും വൈശ്യരും ശൂദ്രരും എന്നുള്ള പ്രയോഗം. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം, അവിടുത്തെ പ്രയോഗം സ്ത്രീകൾ എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട്, വൈശ്യരെന്നും ശൂദ്രരെന്നും പറഞ്ഞിട്ടുണ്ട്. വൈശ്യ സ്ത്രീകളെന്നോ ശൂദ്ര സ്ത്രീകളെന്നോ എന്നുള്ള അർത്ഥമല്ല, ബ്രാഹ്മണ സ്ത്രീകളായാലും ക്ഷത്രിയ സ്ത്രീകളായാലും എല്ലാവരെയും അവിടെ സ്ത്രീകളെന്നുള്ള ഒറ്റ അർത്ഥത്തിലാണ് എടുത്തിരിക്കുന്നത്. എന്തൊക്കെ തരത്തിലാണ് അവിടെ അന്ന് ജാതി നിശ്ചയിച്ചിരിക്കുന്നതെന്നോ വർണ്ണം നിശ്ചയിച്ചിരിക്കുന്നതെന്നുള്ളത് ഇന്നത്തെ രീതിയിൽ വെച്ചുകൊണ്ട് നമുക്ക് ഊഹിച്ചെടുക്കുക ചില പ്രയാസമാണ്. പലരും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരും. ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആര് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് ശരിയൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ കൃത്യമായിട്ട് എന്തൊക്കെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇനിയും പലതും അറിയേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ സ്ത്രീയോ വൈശ്യസ് തഥാ ശൂദ്രഃ എന്നുള്ള പ്രയോഗത്തിൽ ഈ സ്ത്രീയഃ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രർ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ത്രീ എടുത്തു പറഞ്ഞുകൊണ്ട് അതിനകത്ത് നമുക്ക് വേറൊരു തരത്തിൽ നിന്ന് ഊഹിക്കാം. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യരും ആയിട്ട് സ്ത്രീകളെ പെടുത്തിയിട്ടില്ല എന്നുള്ള രീതിയിലും കൂടെ നമുക്ക് എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ പറയേണ്ട കാര്യം എന്താ, സ്ത്രീയോ വൈശ്യസ് തഥാ ശൂദ്ര. ഇതിനെക്കുറിച്ച് എങ്ങും ഞാൻ പറയുന്നത് ചർച്ച ചെയ്യുന്നത് കണ്ടിട്ടില്ല. ആർക്കെങ്കിലും വേണമെങ്കിൽ ആ വിഷയത്തിനെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ്. അതാണ് സംസ്കാര പരാമർശാത്തദഭാവ അഭിലാപാച്ച. അപ്പോൾ സംസ്കാര പരാമർശാത്, വിദ്യാധികാരത്തിന് സംസ്കാരം വേണമെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടും അതാണ്. അപ്പോൾ നമ്മൾ ഈ ഉപനിഷത്തുകളിനകത്തൊക്കെ കാണുമ്പോൾ ഈ വിദ്യയ്ക്ക് വേണ്ടിയിട്ട് മിക്കവാറും എല്ലാ ഉപനിഷത്തിലും അങ്ങനെയാണല്ലോ. തമുപസമേത്യ എന്നുള്ള ഉപസമേത്യ സമീപിച്ചിട്ട് എന്നുള്ള പ്രയോഗമുണ്ട്. അതേമാതിരി നമുക്ക് ഇപ്പം കൈവല്യ ഉപനിഷത്തിനകത്താണെന്നുണ്ടെങ്കിലും അശ്വലായനഃ ഭഗവന്തം പരമേഷ്ഠിനം ഉപസമേത്യ ഉവാച, ഇപ്രകാരമാണ് സമീപിച്ച് പറഞ്ഞു എന്നുള്ളത്. പിന്നീടാണെന്നുണ്ടെങ്കിൽ ഈ സമിത് പാണിഹി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം, സമിത് പാണിയായിട്ട് ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായിട്ടുള്ള ഗുരുവിനെ സമീപിച്ചു. അവിടെ ശ്രോത്രിയൻ എന്നുള്ള പ്രയോഗത്തിലൂടെ ശ്രുതി ജ്ഞാനമുള്ള ഗുരു എന്ന് കിട്ടി. അപ്പോൾ ശ്രുതിജ്ഞാനമുള്ള ഗുരു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യര് 3 പേർക്കും ശ്രുതിജ്ഞാനമുണ്ട്. പിന്നെ ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം എന്നുള്ള ഒരു പ്രയോഗത്തിലൂടെയാണെന്നുണ്ടെങ്കിൽ ബ്രാഹ്മണൻ ഗുരു എന്നുള്ള തരത്തിൽ തന്നെ നമുക്ക് അവിടെ എടുക്കാം. ബ്രഹ്മനിഷ്ഠൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബ്രാഹ്മണനായി. അതാണ് അന്നത്തെ രീതിയിലുള്ള അർത്ഥത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിക്കഴിയുമ്പോൾ അവിടെ നമുക്ക് സമിത് പാണി എന്നുള്ള പ്രയോഗം കിട്ടാം. പിന്നെ അതേമാതിരിയാണ് പ്രശ്നോപനിഷത്തിലാണെന്നുണ്ടെങ്കിലും ഈ സമിത് പാണികളായിട്ട് പിപ്പലാദ മഹർഷിയുടെ അടുത്തേക്ക് ഗുരു ചെന്നു എന്നുള്ള, അങ്ങനെ ചെന്ന് അവരെ ഉപനയനം ചെയ്യിക്കാണ്ട് തന്നെ ഉപദേശിച്ചു എന്നും കാണാം. അപ്പോൾ ഉപനയനം ചെയ്യിക്കേണ്ട കാര്യമില്ലാത്ത കാരണം ഇവർ മുമ്പേ ഉപനയനം ചെയ്തിട്ടുള്ള ഗൃഹസ്ഥരാണ് എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ എങ്കിൽ കൂടിയും അവർ ചെന്നപ്പോൾ എന്തിന് സമിത്പാണിയം കൊണ്ട് ചെന്നു? അതൊരു ചർച്ചാ വിഷയമായിട്ട് എടുക്കേണ്ടതാണ്. എന്തിനാണ്? അവർ ഉപനയനം മുമ്പേ നടത്തിയിട്ടുള്ളവരാണല്ലോ. ആദ്യമായിട്ട് ഗുരുവിനെ കാണുമ്പോഴാണല്ലോ ഉപനയനം നടത്താൻ വേണ്ടിയിട്ടാണല്ലോ സമിത്ത് കൊണ്ടുപോകേണ്ടത്. അല്ലാത്ത പക്ഷം സമിത്തും കൊണ്ട് പോകേണ്ടതില്ലല്ലോ. ഓരോ ഗുരുവിൻ്റെ അടുത്തേയും സമിത്ത് കൊണ്ടുപോയിട്ട് ഇന്നെ ഉപനയനം നടത്തിക്കുമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ എങ്കിൽ കൂടി ഇവരെന്തിനും സമിത്ത് കൊണ്ടുപോയി? അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതിനകത്തൊക്കെ നമുക്ക് ചർച്ചകൾ ചെയ്യാനുള്ള അവസരം കിടപ്പുണ്ട്. പക്ഷേ അതല്ല നമ്മുടെ ഇവിടുത്തെ ചർച്ചാ വിഷയം എന്നുള്ളതുകൊണ്ട് അതവിടെ കിടക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സംസ്കാര പരാമർശ, വിദ്യാധികാരത്തിന് സംസ്കാരം വേണമെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടും തദഭാവാഭിലാപാച്ച, ജാതിശൂദ്രന് അതില്ലെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്തു നിന്ന് നമുക്ക് കാണാം ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യർക്കാണ് പണ്ട് തൊട്ട് തന്നെ പറഞ്ഞു കേട്ടിരിക്കുന്നത്. അതങ്ങനെ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ളത്. ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രഹ്മസൂത്രത്തിൻ്റെ ആ സമയത്തെ കാര്യമാണ് പറയുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് എന്താ ഉദ്ദേശിക്കുന്നത്? ഇതിനകത്ത് ഉദ്ദേശിക്കുന്നതേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. അത് ബ്രഹ്മസൂത്രത്തിൽ വിഷയം എന്ന് പറയുന്നത് ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെടുത്ത് ചർച്ച ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഉപനിഷത്തിനകത്താണെന്നുണ്ടെങ്കിൽ ജാനശ്രുതി ശൂദ്രനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ജാനശ്രുതിക്ക് ഉപദേശം കിട്ടിയിട്ടുണ്ട്. ശൂദ്രന് ബ്രഹ്മവിദ്യയ്ക്ക് അധികാരം ഉണ്ടോ ഇല്ലയോ?
ഇത്രയേ ഉള്ളൂ ചർച്ച. അപ്പോൾ അവിടെ സംസ്കാരത്തിന് അർഹതയില്ല എന്ന്, സംസ്കാരമില്ലാത്തതിനാൽ വിദ്യയ്ക്ക് അർഹതയില്ല, സംസ്കാരത്തിന് അർഹതയില്ല എന്ന് പറയുന്നില്ല, പക്ഷേ സംസ്കാരമില്ലാത്തതിനാൽ അർഹതയില്ല എന്നുള്ള പ്രയോഗമാണുള്ളത്. അപ്പോൾ ഇതൊരു പോയിൻ്റാണ്. സംസ്കാരത്തിന് അർഹതയില്ല എന്ന് ആര് തീരുമാനിച്ചു? സംസ്കാരം കൊടുക്കാൻ ആരും തയ്യാറാവാത്തത് കൊണ്ടാണ് സംസ്കാരമില്ലാതിരുന്നത്. സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ കൾച്ചർ എന്നുള്ള അർത്ഥത്തിലല്ല, പകരം എന്ന് പറഞ്ഞാൽ ഈ ഷോഡശ കർമ്മങ്ങൾ അതൊക്കെയാണ്, ഉപനയനം തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ്. അത് ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരുണ്ടെങ്കിൽ കാര്യം മാറിയേനെയായിരുന്നു. പക്ഷെ അത് ചെയ്യാൻ തയ്യാറില്ലാത്തത് കൊണ്ടായിരുന്നു അന്ന് ആ തരത്തിൽ പോയത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് മാറ്റങ്ങളുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിലയിടത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഒരേമാതിരി തന്നെ ബ്രാഹ്മണ്യം കൊടുക്കുന്ന തരത്തിലുള്ള ബ്രാഹ്മണ്യം പോലെ അല്ലെങ്കിൽ അതുപോലെയുള്ള ഉപാസകന്മാരാക്കി മാറ്റുന്ന തരത്തിലുള്ള ജാതികൾ തന്നെ, പുതിയ ജാതികൾ തന്നെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഈ രാമാനുജാചാര്യരുടെയും പിന്നെ ഈ ഇതുണ്ടല്ലോ ഈ കർണാടകത്തിലുള്ള ശിവ എന്തോ ഒരു ഇതുണ്ടല്ലോ ശിവ ലിംഗായത്ത് അങ്ങനെയൊക്കെയുള്ളവർ അങ്ങനെ ഉണ്ടായതാണ്. അവരെല്ലാവരും ഒരേമാതിരി ഉപാസകരായി. ശിവലിംഗത്തെ ഒരു അവർ ഈ നൂലിൽ കഴുത്തിൽ കൊണ്ട് നടക്കും സ്ഥിരമായിട്ട്. അതാണ് അവരുടേതായിട്ട്, അവരൊരു മതം പോലെ, ഒരു ജാതി പോലെ, ഒരു ക്ഷേത്രം ഒക്കെ ആയിട്ട്, ഒരു ആചാരങ്ങളും ഒക്കെ ആയിട്ട് അവരെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് അത് ഉണ്ടായ ഒന്നാണ്. അതായത് ആ ഒരു കൾട്ട് പോലെയാണ് ഉണ്ടായത്. പിന്നെ അതൊരു ജാതിയായിട്ട് അങ്ങ് മാറി എന്നുള്ളതാണ്. 14-ാം നൂറ്റാണ്ടിലോ അങ്ങ് ആയതുകൊണ്ടൊരു കാലഘട്ടത്തിലാണ് ഇതിനെക്കുറിച്ച്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ കാലഘട്ടത്തിലുണ്ടാകുന്നു. അതിനകത്ത് ചിലരാണെന്നുണ്ടെങ്കിൽ അത് ബ്രാഹ്മണത്വാഭിമാനികളായിട്ട് മാറുന്നു, ചിലരാണെന്നുണ്ടെങ്കിൽ ശൂദ്രത്വാഭിമാനികളായിട്ട്, ചിലരാണെന്നുണ്ടെങ്കിൽ വൈശ്യരെന്നോ ഇങ്ങനെ. അതായത് ആരാണോ ഈ ലീഡ് ചെയ്യുന്ന ആളെന്താണോ തീരുമാനിക്കുന്നത് അത് ആദ്യം സൊസൈറ്റിയുമായിട്ട് ചിലപ്പോൾ ചേർന്ന് പോകുന്ന തരത്തിലാവുന്നു. ചിലപ്പോൾ സൊസൈറ്റി എന്ന് പറയുന്നത് ഈ ഭരിക്കുന്നവരെയാണ്, അല്ലാതെ വേറെ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ വലിയ പ്രസക്തിയൊന്നുമില്ലല്ലോ. അപ്പോൾ അവരുമായിട്ട് ചേർന്ന് പോകുന്ന തരത്തിലാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഇല്ലാണ്ട് പോകുന്നു. അതിനോട് ഉരസിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ അവരുമായിട്ട് വിദ്വേഷം ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിനകത്ത് അവിടെ ഒരു മത്സരം ഉണ്ടാകും. ഇതിനകത്ത് ആര് ജയിക്കുന്നു എന്നനുസരിച്ച് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ കാണാം, ശ്രീനാരായണ ഗുരു ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ അധികാരമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ക്ഷേത്രങ്ങൾ തന്നെ ഉണ്ടാക്കി. അതോടുകൂടിയിട്ട് മതി, കുഴപ്പമില്ലല്ലോ. അപ്പം പിന്നെ അത് രാജഭരണകാലത്ത് തന്നെയാണ് ശ്രീനാരായണ ഗുരു ഇവിടെ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. അപ്പോൾ ഉണ്ടാക്കുകയും ചെയ്തു, അതിനകത്ത് പൂജിക്കാൻ ആളിനെ ഏർപ്പെടുത്തുകയും ചെയ്തു, പൂജിക്കുകയും ചെയ്തു. അന്നേരം അതിനുശേഷം പിന്നെ സർവ്വ ആൾക്കാരും അവിടെ പോയിട്ട് തൊഴാനും പോയി. ഇത്രയേ ഉള്ളൂ. ആരെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം മാറും എന്നുള്ളതാണ്. ചെയ്യാൻ ഒരു ധൈര്യം അത് വേണം. അങ്ങനെ വരുമ്പോഴാണ് ഈ യുഗപുരുഷന്മാരും അവതാരമൂർത്തികളെന്നും ഈശ്വര തുല്യരെന്നും ഗുരുക്കന്മാരും എന്നൊക്കെ പറയുന്നത്. ആ ധൈര്യമുള്ളവരാണ് സമൂഹത്തിനെ നയിക്കാൻ യോഗ്യതയുള്ളവരെന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഈ ഉപനിഷത്തിനകത്തൊക്കെ ആണെങ്കിൽ ഈ ഗുരുവിനെ സമീപിക്കുന്നിടത്തൊക്കെയുള്ള പ്രയോഗം ഉണ്ടല്ലോ. ഉപനിന്യേ ശതപഥ ബ്രാഹ്മണത്തിൽ പറയുന്നു, ശിഷ്യനെ ഉപനയിപ്പിച്ചിട്ട് ഉപദേശിക്കുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നു. അതീഹി ഭഗവാ ഇതിഹ ഉപസസാര. ചാതുർഗ്യത്തിനകത്ത് ഭഗവാനെ എനിക്ക് വിദ്യ ഉപദേശിക്കണമെന്ന് സനൽകുമാരനോട് നാരദൻ അപേക്ഷിച്ചു എന്നും ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളുണ്ട്. അതേമാതിരിയാണ് സമിത് പാണേഹ ഭഗവന്തം പിപ്പലായനം ഉപസസാദ. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ സമിത്തിനെ കയ്യിലെടുത്തുകൊണ്ട് ഭഗവാനായ പിപ്പലാദിനെ സമ്പ്രദായാനുസരണം പ്രാപിച്ചു എന്ന് കാണുന്നു. താൻ അനുപനീയൈവ, അവരെ ഉപനയിക്കാതെ തന്നെ അവരെ ഉപദേശിച്ചു എന്ന് ചാന്തോഗ്യ ഉപനിഷത്തിനകത്ത് 5:11-7 നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ ശൂദ്രനെ കുറിച്ചുള്ള ഒരു 1-2 പ്രയോഗങ്ങളും കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ശൂദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ശൂദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ അർത്ഥത്തിലാണ് എവിടെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാതെ സമൂഹത്തിലൊരു തരത്തിൽ അങ്ങ് ഇതായിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ തരത്തിലൊരു ശൂദ്രൻ എന്നുള്ള ദൃഷ്ടിയൊന്നും നമ്മൾ വെക്കേണ്ടതില്ല. കാരണം
ഈ ശാസ്ത്രത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ധർമ്മസംഹിതയിൽ അത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ഓരോന്നും പറഞ്ഞു നടക്കുന്നത്. പക്ഷെ പലതും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ന ശൂദ്രേ പാതകം കിഞ്ചിത് നച സംസ്കാരമർഹതി എന്ന് മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഒരിടത്ത്. അപ്പോൾ ഇങ്ങനെ അതേസമയം മറ്റൊരു സ്മൃതിയിലാണെന്നുണ്ടെങ്കിൽ ശൂദ്രൻ വേദം കേൾക്കാൻ പാടില്ല ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ തരത്തിലുള്ള ഇതുണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ മനുസ്മൃതിയിലെ ഈ ഒരു വരി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ന ശൂദ്രേ പാതകം കിഞ്ചിത്, ശൂദ്രനിൽ ഒരു പാപവും ഇല്ല. നച സംസ്കാരമർഹതി, അതിനാൽ നച സംസ്കാരമർഹതി, അതുകൊണ്ട് സംസ്കാരത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മളൊന്ന് നോക്കിക്കേ, അപ്പോൾ എങ്ങനെ മാറി നോക്കിക്കേ. ബ്രാഹ്മണന് സംസ്കാരം ആവശ്യമുള്ളത് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിക്കലാണ് ഈ സംസ്കാരം എന്ന് പറഞ്ഞാൽ. അപ്പം ശുദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ പാപത്താൽ മലിനപ്പെട്ടതിനെ ശുദ്ധീകരിച്ചെടുക്കലാണ് ചെയ്യുന്നത്. അങ്ങനെയാണ്. അല്ലെങ്കിൽ ധർമ്മമെന്നോ അധർമ്മമെന്നോ അല്ലെങ്കിൽ പുണ്യമെന്നോ പാപമെന്നോ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ മലിനപ്പെട്ടതാണല്ലോ ശുദ്ധീകരിക്കുന്നത്. അപ്പം സംസ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധീകരിക്കലാണ്. അപ്പം മലിനപ്പെട്ടതാണ് ശുദ്ധീകരിക്കുന്നത് എന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മലിനീകരിക്കപ്പെടാത്തവനെ ശുദ്ധീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് മനുസ്മൃതിയിൽ ഈ ഒരു വഴി കിടക്കുന്നത്: ന ശൂദ്രേ പാതകം കിഞ്ചിത്, ശൂദ്രനിൽ പാതകം ഒന്നും ഇല്ല. നച സംസ്കാരമർഹതി, അപ്പോൾ ഇവിടെ അതിനാ സംസ്കാരത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതാണ് നമുക്ക് ഈ കാണുന്ന എന്തർത്ഥത്തിൽ എന്താണ് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. നമ്മൾ വേറൊരിടത്ത് കണ്ടതെന്ന് പറഞ്ഞാൽ ഈ പാപം കൊണ്ടാണ് ശൂദ്രനായത് എന്നുള്ള രീതിയിൽ ആണ് ഈ ഒരിടത്ത് കാണുന്നത്. മറ്റൊരിടത്താണെന്നുണ്ടെങ്കിൽ പാപമൊന്നും ഇല്ല, അതുകൊണ്ട് ശൂദ്രന് സംസ്കാരത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് കാണുന്നു. അപ്പം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ഛാന്തോഗ്യ ഉപനിഷത്തിനകത്ത് മറ്റൊരു ഭാഗത്ത് നമുക്ക് ഈ സത്യകാമ ജാബാലൻ്റെ കഥയുണ്ട്. അവിടെയും ഇതേമാതിരി ഒരു പ്രശ്നം കയറി വന്നിരിക്കുന്നു. അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സത്യകാമൻ എന്ന് പറയുന്ന ബാലൻ ഇത് ഒരു ഗുരുവിൻ്റെ അടുത്ത് ഗൗതമൻ എന്ന് പറയുന്ന ആചാര്യൻ്റെ അടുത്ത് പോയിട്ട് എന്നെയും പഠിപ്പിക്കണമെന്ന്, ബ്രഹ്മവിദ്യ ഉപദേശിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മവിദ്യ ഉപദേശിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗൗതമൻ പറഞ്ഞു, ഞാൻ ബ്രാഹ്മണരെ മാത്രമേ ഉപദേശിക്കത്തുള്ളൂ, ഇവിടെ ഗുരുകുലത്തിൽ ചേർക്കത്തുള്ളൂ. അതുകൊണ്ട് നിൻ്റെ ജാതി ഏതാണ്, നിൻ്റെ പിതാവിൻ്റെ കുലം ഗോത്രം അതായത് കുലവും ഗോത്രമൊക്കെ അറിഞ്ഞിട്ടേ പഠിപ്പിക്കത്തുള്ളൂ. അതുകൊണ്ട് നിൻ്റെ കുലവും ഗോത്രമൊക്കെ അറിഞ്ഞിട്ട് വരാൻ പറയും. അതായത് ആരാണെന്നുള്ള ഐഡൻറ്റിറ്റി നമ്മൾ പറയത്തില്ലേ, നമ്മൾ രജിസ്റ്ററിനകത്ത് പേര് ചേർക്കാൻ പറയത്തില്ലേ, ഈ അർത്ഥമേ എടുക്കേണ്ടതുള്ളൂ. അപ്പോൾ അതിനകത്ത് അങ്ങനെ ആരാണ് ഏതാണെന്നുള്ളതിനെക്കുറിച്ച് വിവരം തരാൻ പറയും. അപ്പം കുട്ടി പോയിട്ട് അമ്മയടുത്ത് പോയി ചോദിച്ചു, എൻ്റെ കുലം ഏതാണ്, ഗോത്രം ഏതാണ്, ഞാൻ ആരുടെ പുത്രനാണെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ അതിനൊരു മറുപടി പറഞ്ഞു, ഞാനൊരു ദാസസ്ത്രീയാണ്, ഞാൻ ഈ പലയിടത്ത് ജോലി എടുത്തിട്ടുണ്ട്, അങ്ങനെ ജോലി എടുത്തപ്പോൾ ആരില്ലെന്നോ എനിക്കൊരു കുട്ടി ഉണ്ടായി, ആ കുട്ടിയാണ് നീ, അതുകൊണ്ട് നിൻ്റെ അച്ഛൻ ആരാണെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ മാത്രമാണ് ആ അമ്മ പറഞ്ഞത്. അപ്പോൾ ഈ അമ്മ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടി കൃത്യമായിട്ട്, അപ്പം ഇത് നീ നിൻ്റെ ഗുരുവിൻ്റെ അടുത്ത് പോയി പറ, ഇതിങ്ങനെയും കൂടെ പറഞ്ഞു. അതായത് എന്തിനാണ്, അതായത് നിൻ്റെ ഇത് അറിഞ്ഞിട്ട് ഗുരു നിന്നെ പഠിപ്പിക്കുകയാണെങ്കിൽ പഠിച്ചോ, ഇല്ലെങ്കിൽ വേറൊന്നും ചെയ്യാനില്ല എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഇത് പോയിട്ട് അപ്പം നിൻ്റെ പേര് സത്യകാമൻ എന്നുള്ളതാണ്, എൻ്റെ പേര് ജാബാല എന്നാണ്. അതുകൊണ്ട് നീ അറിയപ്പെടുന്നത് എൻ്റെ പേരിലാണ്, നീ അറിയപ്പെടുന്നത് സത്യകാമ ജാബാല എന്നുള്ളത്. സാധാരണ പിള്ളേരെല്ലാം അറിയപ്പെടുന്ന അവരുടെ അച്ഛൻ്റെ പേര് ചേർത്തുകൊണ്ട്. പക്ഷേ നിൻ്റെ അച്ഛൻ്റെ കാര്യത്തിൽ എനിക്കൊരു നിശ്ചയമില്ലാത്തത് കൊണ്ട് നീ ഇത് പറഞ്ഞാൽ മതി. അപ്പോൾ കുട്ടി പോയിട്ട് ഇത് തന്നെ ഇതേമാതിരി തന്നെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗുരു ഗൗതമൻ ഇപ്രകാരമാണ് പറഞ്ഞത്, നീ സത്യം പറഞ്ഞിരിക്കുന്ന നീ ബ്രാഹ്മണനാണ് എന്ന് തന്നെയാണ് എൻ്റെ നിശ്ചയം എന്ന് ഗൗതമൻ പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് എന്ത് വ്യാഖ്യാനമാണ്, എങ്ങനെയാണ് ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ പോകുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് സ്വന്തമായിട്ട് വ്യാഖ്യാനിക്കാം. പക്ഷെ ഗുരുവിൻ്റെ വാക്യം ഇതാണ്, നീ സത്യം പറഞ്ഞിരിക്കുന്നു, നീ സത്യം പറഞ്ഞതിനാൽ നീ ബ്രാഹ്മണനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ ഉപനയിപ്പിക്കാം, നീ സമിത്വം കൊണ്ടുവരൂ എന്നാണ് ഗൗതമൻ അവിടെ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്തുനിന്ന് ആലോചിച്ച് നോക്കിക്കേ, എന്താണ്
ഒരുവൻ ബ്രാഹ്മണനാണെന്ന് തീരുമാനിക്കുന്ന കാര്യം ആരാണ്? അല്ലെങ്കിൽ ഉപനയിപ്പിക്കാൻ ഒരാൾ തയ്യാറായി കഴിഞ്ഞാൽ ബ്രാഹ്മണനാവും. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് സംഗതി എന്നുള്ളത്. അപ്പോൾ ഇത് അതിനകത്താണ് തദഭാവ നിർദ്ധാരണേ ച പ്രവൃത്തേഹേ എന്ന്. അപ്പം തദഭാവ നിർദ്ധാരണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശൂദ്രത്വ അഭാവം നിവാരണേ. അപ്പം ശൂദ്രത്വ നിവാരണം എന്നുള്ളതാണ്. അപ്പോൾ ആ ശൂദ്രത്വത്തെ നിവാരണം ചെയ്തിട്ടാണ് പ്രവർത്തേഹ എന്ന് പറയുന്നത്. അതായത് പ്രവൃത്തി ഉണ്ടായത്. ഇവിടുത്തെ ശൂദ്രത്വ അഭാവത്തെ നിവാരണം ചെയ്തിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപനയനം നടത്തിയിട്ട് ആണ് പ്രവൃത്തേഹ എന്ന് പറഞ്ഞാൽ ഉപദേശിച്ചത്. ആര്? ഗൗതമൻ ഈ സത്യകാമ ജാബാലിന് ഉപദേശിച്ചത് ശൂദ്രത്വ നിവർത്തി വരുത്തിയിട്ടാണ്, അതായത് ഉപനയനം നടത്തിയിട്ടാണ് ഉപദേശിച്ചത് എന്ന്. അപ്പോൾ ഇപ്രകാരമാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് സംഗതി എന്നാണ് ഇവിടുത്തെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ഒരു ഗുരു തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരുവന് അർഹതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഗുരു തീരുമാനിച്ചു ഉപനയനം നടത്തി കഴിഞ്ഞാൽ ബ്രാഹ്മണനായി എന്നുള്ളത്. പക്ഷേ ഇത് ഈ ബ്രഹ്മവിദ്യയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നമുക്കിത് സമൂഹത്തിലാണെന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ള കാര്യത്തിൽ, ഈ വ്യവഹാരത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ജാതി നോക്കി വിവാഹം നടത്ത ഇത് പോയിട്ട് പ്രാക്ടിക്കലാകത്തില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ നമുക്ക് ഈ ആശ്രമങ്ങളിലൊക്കെ ഇപ്പോഴത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ ആശ്രമങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പഠിപ്പിക്കുന്നു. ഇപ്പം ഈ പല കോഴ്സുകളിലും ആശ്രമങ്ങളിലും ഒക്കെ ഉണ്ടല്ലോ. അവിടെയാണെന്നുണ്ടെങ്കിൽ ഏത് ജാതിയെന്നോ ഒന്നും ആരും നോക്കത്തൊന്നുമില്ല. ആദ്യം ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർ ആര് വന്നു കഴിഞ്ഞാലും പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിച്ച് മിക്കവാറും ആശ്രമങ്ങളൊക്കെ, അതായത് മോഡേൺ ആശ്രമങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് അതൊരു 2 വർഷമോ 3 വർഷമോ ഒക്കെ പഠിപ്പിച്ചതിന് ശേഷം പിന്നീട് ഈ പഠനത്തിലൂടെ കുറച്ചു കാലം എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് മനസ്സിലാകാൻ, ഗുരുവിനും മനസ്സിലാകുന്നു, ശിഷ്യന്മാർക്കും മനസ്സിലാകുന്നു, പഠിക്കുന്നവർക്കും മനസ്സിലാകുന്നു അവർക്ക് ഈ പഠിക്കുന്ന കാര്യത്തിൽ താല്പര്യമുണ്ടോ ഇല്ലയോ, അവർക്ക് അതിനകത്ത് നിൽക്കാൻ സാധിക്കുന്നുണ്ടോ, അവർക്ക് അന്യവൃത്തികളുണ്ടോ, അതോ ജ്ഞാനവൃത്തിയിൽ മാത്രമാണോ അവർക്ക് താല്പര്യം എന്നുള്ള കാര്യത്തിനകത്ത് ഒരു നിശ്ചയം ഉണ്ടാകും. അപ്പോൾ അപ്രകാരം ഒരിക്കൽ നിശ്ചയം ഉണ്ടായിക്കഴിഞ്ഞാൽ ജ്ഞാനവൃത്തിയിൽ നിൽക്കുന്നവരാണ് എന്ന് ഗുരുവിന് ബോധ്യപ്പെടുകയും, അത് വിദ്യാവൃത്തി, ആ വിദ്യയിൽ നിൽക്കുന്നവരാണെന്നുള്ളതിനകത്ത് ഗുരുവിന് ബോധ്യപ്പെടുകയും അതേമാതിരി പഠിക്കുന്നവർക്കും ബോധ്യപ്പെടണം. അവരുടെ വ്യവഹാരം അവർ ഈ വിദ്യയിലാണ് നിൽക്കുന്നത്, അത് വിദ്യാഗ്രഹണത്തിനും വിദ്യാപ്രചരണത്തിനുമാണ് എന്ന് കിട്ടിക്കഴിയുമ്പോൾ പിന്നീട് അവിടെ ആർക്കും സംശയം ഉണ്ടാവത്തില്ല ഇവർ ബ്രാഹ്മണരാണ് എന്നുള്ളത്. അപ്പോൾ തന്നെ അവർക്ക് ഉപനയനം അവിടെ നടത്തിക്കുന്നു. അവർ പിന്നെ അവരുടെ ജാതി എന്താണെന്നൊന്നും നോക്കുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഉപനയനം നടത്തുന്നു. ഉപനയനം നടത്തി കഴിയും. ഉപനയനത്തോടുകൂടി പുതിയ പേരും കിട്ടുന്നു. അങ്ങനെയാണ് നമുക്ക് ഒരുപാട് ഈ പുതിയ അവർ പിന്നീടാണ് സന്യാസത്തിലേക്ക് പോകുന്നത്. അതാണ് ഇവിടുത്തെ എല്ലാ ആശ്രമങ്ങളുടെയും ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമുക്ക് ഗുരുവാണ് തീരുമാനിക്കുന്നത്. ഇത്രയേ ഉള്ളൂ, ആര് ഇതാവണം, ബ്രാഹ്മണരാവണം എന്നുള്ളത്. ഇതേമാതിരി ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, പണ്ട് ഈ ശക്തൻ തമ്പുരാനും ഇതേമാതിരി ഒരു പരിപാടി ഒപ്പിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ശക്തൻ തമ്പുരാന് എൻ്റെ കഥ എത്ര എനിക്ക് ഓർമ്മയില്ല എങ്കിൽ കൂടിയും, അപ്പോൾ ശക്തൻ തമ്പുരാന് ഈ കുറച്ച് ആൾക്കാർ ഈ പന്തിഭോജനം അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരേ ജാതി ആൾക്കാർ, ഇപ്പം ബ്രാഹ്മണരുടെ കൂട്ടത്തിൽ അബ്രാഹ്മണരിരുന്ന് പന്തിഭോജനം നടത്തത്തില്ല. അങ്ങനെ അബ്രാഹ്മണരുടെ കൂട്ടത്തിലിരുന്ന് പന്തിഭോജനം ബ്രാഹ്മണർ നടത്തി കഴിഞ്ഞാൽ അവരുടെ ബ്രാഹ്മണ ജാതി പോകുമെന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു രീതി, അതായത് ഈ ശക്തൻ തമ്പുരാൻ്റെ കാലത്ത്. അപ്പോൾ ഇതനുസരിച്ചിട്ട് ഈ ശക്തൻ തമ്പുരാൻ്റെ അടുത്ത് ആരോ പോയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, കുറച്ച് ബ്രാഹ്മണരുടെ കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ആരോ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് അവരോട് പ്രീതിയുമുണ്ട്, അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആഗ്രഹം സാധിച്ചു കൊടുത്തേക്കാമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഇവരെ വിളിച്ചിട്ട് ഒരു ശക്തൻ തമ്പുരാൻ ഒരു കൽപ്പന കൊടുത്തു, ബ്രാഹ്മണരെ കുറച്ച് ആൾക്കാർ ഇന്ന വീടുകളിൽ കുറച്ച് വീട്ടിലെ കുറച്ച് ആൾക്കാരൊക്കെ, ഇതൊരു ഐതിഹ്യത്തിമലയിലും മറ്റുള്ളൊരു കഥയാണ്, വന്നിട്ട് പന്തിഭോജനത്തിനോ മറ്റോ വരണമെന്ന് പറയാം. എന്തോ ഒരു പന്തിഭോജനം അല്ലല്ലോ, അതിന് മറ്റെന്തോ പേരാണുള്ളത്, ബ്രാഹ്മണ ഭോജനത്തിന് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ എത്തി. അപ്പോൾ അവർക്കെല്ലാം വിളമ്പി
വിളമ്പിയതിൻ്റെ കൂട്ടത്തിൽ ഈ ഈ രണ്ടുപേരെ ഉദ്ദേശിച്ച ആൾക്കാരുണ്ടല്ലോ, അവരെ കൂടെ വിളിച്ചിരുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ബാക്കിയുള്ളവർക്ക് പെട്ടെന്ന് കാര്യം, ഇത് പന്തിയല്ലല്ലോ, ഇത് ശരിയല്ലല്ലോ, ഇവരുടെ കൂട്ടത്തിലിരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജാതിഭ്രഷ്ടം ഉണ്ടാകും എന്നവർ പെട്ടെന്ന് മനസ്സിലായി. ആ സമയത്ത് അപ്പം ഭക്ഷണം തുടങ്ങിയില്ല. ഭക്ഷണം തുടങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ഇവർ ആരും ഭക്ഷണം കഴിക്കാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ശക്തൻ തമ്പുരാൻ വാള് ഊരിക്കൊണ്ടുവന്നിട്ട് പറഞ്ഞു, എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങിക്കേ, ഇല്ലെന്നുണ്ടെങ്കിൽ തീരുമാനിച്ചോ എന്താ വേണ്ടതെന്നുള്ളത്. ഇങ്ങനെ വളരെ ശക്തമായ രീതിയിലൊന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ കുറച്ച് ആൾക്കാർക്ക് പേടിയായി. ഈ ബ്രാഹ്മണർക്ക് കുറച്ച് പേർക്ക് പേടിയായിട്ട് അവർ എന്തും വരട്ടെ, രാജാവ് തിരുമനസ്സും കൂടെ അവിടെ ഒരു പാത്രം ഒക്കെ ഇട്ട് അവിടെ ഇരുന്നു. ഇപ്പം തിരുമനസ്സും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്, അപ്പം പിന്നെ നമ്മളും കഴിക്കാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കുറച്ച് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അനങ്ങാണ്ടിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കഴിക്കാത്ത ആൾക്കാർ കഴിക്കത്തില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. ബാക്കി കഴിക്കുന്നവർ കുഴപ്പമില്ല എന്നുള്ളതായി കഴിഞ്ഞപ്പം ശക്തൻ തമ്പുരാൻ ഇതുവരെയായിട്ടും കഴിക്കാതെ തന്നെ എഴുന്നേറ്റ് ഡിക്ലെയർ ചെയ്തു, കഴിച്ചവരെല്ലാവരും ഇനിയും ഇവരുടെ ആൾക്കാരുടെ ഇണങ്ങന്മാരാണ് എന്ന്. അതോടുകൂടിയിട്ട് അവരുടെ ബ്രാഹ്മണ്യം പോയി കിട്ടി എന്നുള്ളത്. ഈ മാതിരിയുള്ള കഥകളൊക്കെ ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇതാണ്, ഇത്രയേ ഉള്ളൂ. സമൂഹത്തിലാണെങ്കിൽ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഓരോ കാലത്ത് ഇങ്ങനെ തീരുമാനിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഗൗതമൻ തീരുമാനിച്ചു സത്യകാമന് ഈ ഉപനയനം നടത്തിയിട്ട് വിദ്യയ്ക്കുള്ള അധികാരം ഉണ്ട് എന്ന് ഉപനയനം നടത്തിച്ച് അധികാരം കൊടുക്കുകയും ചെയ്തു. അല്ലാതെ പിതാവാരാണെന്ന് നോക്കിയിട്ടല്ല എന്ന്. ഇനി മാതാവാണെങ്കിലോ, മാതാവാണെന്നുണ്ടെങ്കിൽ ഒരു ദാസി ആണ്, അന്നത്തെ കാലത്തെ ഒരു ദാസിയാണ്. ജാതി ഏതാണെന്ന് പറയുന്നില്ല, നമുക്ക് സാധാരണഗതിയിൽ അനുമാനിക്കാം ശൂദ്ര സ്ത്രീയാണെന്നുള്ളത്. അപ്പോൾ അത് വ്യക്തതയുണ്ട് അതിനകത്ത്. അപ്പം ബ്രാഹ്മണൻ, പിതാവ് ബ്രാഹ്മണനാണെങ്കിലും മാതാവ് ശൂദ്ര സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ശൂദ്രത്വം സ്വാഭാവികമായിട്ട് മരണമല്ലോ. ആ ഒരു ന്യായം ഇവിടെ ഗൗതമൻ എടുത്തില്ല എന്നും കൂടെ നമ്മൾ കാണണം. അപ്പം തീർച്ചയായിട്ടും ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അദ്ദേഹം മറ്റെന്തോ ആണ് കണ്ടത്, അതായത് യോഗ്യതയുണ്ടെങ്കിൽ ബ്രാഹ്മണ്യം എന്നുള്ള രീതിയിലാണ് കണ്ടത്. അപ്പോൾ അവിടെ ഉണ്ട് എന്നും കൂടെ ഈ സൂത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തദഭാവ നിർദ്ധാരണേച്ച പ്രവൃത്തേഹേ. അപ്പോൾ അവിടെ എന്താ കാണിച്ചത്? അവിടെ ഇത്രേ കാണിച്ചിട്ടുള്ളൂ. ബ്രഹ്മവിദ്യ ഉപദേശിക്കുന്നതിന് മുമ്പ് ശൂദ്രത്വം മാറ്റി ബ്രാഹ്മണത്വം കൊടുത്തു എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ആസ് ഇറ്റ് ഈസ്, അതായത് ശൂദ്രനായിരിക്കെ എന്നുള്ളത് അവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു കൃത്യമായിട്ട് ഉപനയനം നടത്തുമ്പോൾ പെട്ടെന്ന് ബ്രാഹ്മണനായി, അതിനു മുമ്പ് ബ്രാഹ്മണനായില്ല, അങ്ങനെ നമ്മൾ എടുക്കേണ്ടതില്ല. വിദ്യാധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറ്റൊരു അധികാരമാണുള്ളത്. അപ്പോൾ ആ തരത്തിലേക്ക് ഗുരുവാണ് തീരുമാനിക്കുന്നത്, അത്രയേ ഉള്ളൂ. ഗുരു പഠിക്കാൻ അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പഠിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത് ഗുരു ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആവാം എന്നുള്ളത് ഇതിനകത്തും നമുക്ക് മനസ്സിലാവാം. ഗുരു ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി ഗുരു ഇല്ലെങ്കിലോ, അതായത് ഗുരു ഇല്ലെന്നുണ്ടെങ്കിലാണ് പ്രശ്നം. ഗുരു ഇല്ലെന്നുണ്ടെങ്കിലാണ് ഈ കേട്ടുപടുത്തം എന്ന് പറയുന്നത്. ഈ വഴി കൂടെ പോകുമ്പോൾ കേട്ടിട്ട് അത് ഞാൻ പഠിച്ചതാണെന്ന് പറഞ്ഞ് അഭിമാനിച്ചൊല്ലും പോയി കഴിഞ്ഞാൽ, അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു കാലത്തും അംഗീകരിക്കുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് വേദത്തിൽ നമുക്ക് സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഗുരുപദേശം, ഗുരുപസക്തി, തദ്വിദ്യാത് തം വിദ്യാത്. എന്താണ് ഒരിടത്തുണ്ട് ഒരു പ്രയോഗമുണ്ടല്ലോ ഗീതയിൽ, ഗുരുവിനെ പോയി സമീപിക്കണമെന്നുള്ള ഒരു ശ്ലോകം ഉണ്ടല്ലോ. ഉപദേശിന്തി, അത് തന്നെ. തദ്വിദ്യ പ്രതിപാദേന പരിപ്രശ്നേന സേവയാ ഉപദേശിന്തിതേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശന. ഈ മാതിരിയുള്ള പ്രയോഗവും അവിടെ നമുക്ക് കാണാം. ഗുരു വേണം എന്ന രീതിയിൽ തന്നെ വ്യക്തമായിട്ട് അതിന് ഈ ശ്രുതിയാണേലും സ്മൃതിയാണേലും എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അപ്പം ഗുരുവിനെ അംഗീകരിക്കാതെ പോയിട്ടുള്ള ആ ശ്രവണങ്ങളൊക്കെ നടത്തി ആ തരത്തിൽ അങ്ങനെ പോയി കഴിയുമ്പോൾ ചില സ്മൃതികൾ വളരെ രൂക്ഷമായിട്ട് അതിനെ പറഞ്ഞിട്ടുണ്ട്. ചില സ്മൃതികൾ വളരെ രൂക്ഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശൂദ്രൻ വേദം കേട്ടാൽ ശൂദ്രൻ്റെ ചെവിയിൽ ഈയമുരുക്കി ഒഴിക്കണം, ഈ മാതിരിയുള്ള ചില ശ്രുതികളല്ല, ചില സ്മൃതികൾ, അത് പോപ്പുലർ അല്ലാത്ത വരികളായിട്ട് കിടപ്പുണ്ട്.
അപ്പോൾ ഈ ഇങ്ങനെയുള്ള വരികളൊക്കെ പിന്നീട് ഈ സ്മൃതികൾ ഒരുപാട് കാര്യങ്ങൾ, സ്മൃതികളെന്നുള്ള പേരിൽ സംസ്കൃതത്തിൽ 4 അക്ഷരം അറിയാവുന്ന ആൾക്കാർ ഒരുപാട് എഴുതി ചേർക്കുന്നുണ്ട്. ഇങ്ങനെ എഴുതി ചേർക്കുമ്പോൾ ചിലയിടത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത പല പല കാര്യങ്ങളും എഴുതി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമുക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എന്താണ് എന്താ ഒരു പുരാണം ഉണ്ടല്ലോ, ഏറ്റവും അവസാനത്തെ പുരാണം കൽക്കി പുരാണോ അല്ല, കൽക്കി പുരാണം അല്ലേ? കറക്റ്റ്, അതല്ലേ ഏറ്റവും അവസാനത്തെ പുരാണം, കൽക്കി പുരാണം. അത് അപ്പം കൽക്കി പുരാണത്തിൽ പറയുന്നത്, ഈ അക്ബർ മുമ്പൊരു ബ്രാഹ്മണനായിരുന്നു. ആ ബ്രാഹ്മണൻ പാല് കുടിച്ചപ്പോൾ പശുവിൻ്റെ രോമം ഈ പാലിനകത്ത് പെട്ടു. ഇദ്ദേഹം അറിയാതെ ഈ പാല് കുടിച്ചതോടുകൂടിയിട്ട് ഗോമാംസം ഭക്ഷിച്ചതിൻ്റെ പാപം ഇദ്ദേഹത്തിനെ ബാധിക്കുകയും ഇദ്ദേഹം ഒരു മുസ്ലിമായിട്ട് ജനിക്കുകയും ചെയ്തു. ഈ മാതിരിയുള്ള ഭവിഷ്യപുരാണം, കറക്റ്റ് അതാണ്, ഭവിഷ്യപുരാണത്തിൽ ഈ മാതിരി 2 വരി എഴുതി ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേമാതിരി സംസ്കൃതമാണ്, ഒരു പുരാണമാണ്, ഒരു സ്മൃതിയാണ് എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും എഴുതി ചേർത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വരികളൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ അതിന് പിന്നാലെ പോകേണ്ട കാര്യമില്ല. ഇനി വേറൊരിടത്താണെന്നുണ്ടെങ്കിൽ ഗോമാംസം ഭക്ഷയേ നിത്യം എന്നുള്ളൊരു വരിയുണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് ഒരു യോഗ പ്രദീപിക്കുകയോ അങ്ങനെ ഒരു ടെക്സ്റ്റ് ഉണ്ട്. ആ ടെക്സ്റ്റിനകത്തുള്ളൊരു വരിയാണ് ഗോമാംസം ഭക്ഷയേ നിത്യം. അവിടെ ഗോമാംസം എല്ലാ ദിവസവും കഴിക്കണം. ഇതേമാതിരിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അതായത് 4 വരി സംസ്കൃതത്തിൽ എഴുതാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം, അങ്ങനെയുള്ളൂ. അപ്പോൾ എന്നിട്ട് ഇത് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിനകത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇതും പൊക്കിക്കൊണ്ടുവരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിനകത്തൊന്നും നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വരിയും കൂടെയുണ്ട്. അതായത് ഇത് ഇത് ഗുരുവിൻ്റെ അടുത്ത് സമീപിക്കാതെ ശ്രവിച്ചാൽ എന്നുള്ളത്. അതാണ് ശ്രവണാധ്യയനാർത്ഥ പ്രതിഷേധാത് സ്മൃതേശ്ച. സ്മൃതികളിൽ ശ്രവണ അധ്യയനാർത്ഥ പ്രതിഷേധമുണ്ട് എന്ന്. അപ്പം ശ്രവിക്കലും അധ്യയനവും ഒക്കെ നടത്തുന്നത് ശൂദ്രൻ ശ്രവിക്കാൻ പാടില്ല, അധ്യയനം നടത്താൻ പാടില്ല എന്ന് സ്മൃതിയിൽ പ്രതിഷേധിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അത് സ്മൃതേശ്ച എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട്, സ്മൃതികളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന്. ശ്രുതികളിൽ പറഞ്ഞിട്ടില്ല, സ്മൃതികളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പോൾ അതിനകത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചില നശൂദ്രായ മതിം ദധ്യാത് എന്ന് മനുസ്മൃതിയിൽ ഒരു ശ്ലോകം കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പലതും ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇത് കാലാകാലങ്ങളിൽ കുറച്ചൊക്കെ ആൾക്കാർ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. ഇപ്പോൾ അതിനകത്ത് 2 വരി അങ്ങോട്ട് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ആരും അറിയാനൊന്നും പോകുന്നില്ല, അടുത്ത ആളിനെ പഠിപ്പിക്കുക, അവരതും കൊണ്ട് നടക്കുമെന്നുള്ള. പക്ഷേ വേറൊന്നുണ്ട്. ഈ വേദത്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ വേറൊന്ന് പറയുന്നത്, ശ്രാവയേ ചതുരോ വർണ്ണാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ശ്രാവയേത് കേൾപ്പിക്കണം, ചതുരോ വർണ്ണാൻ 4 വർണ്ണക്കാരെയും കേൾപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പറയുമ്പോഴാണ്, അപ്പോൾ ഈ ശ്രുതിസ്മൃതി പുരാണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്മൃതിയും പുരാണങ്ങളും, അതായത് മഹാഭാരതമായാലും ഇതിഹാസങ്ങളായാലും ഈ മഹാപുരാണങ്ങൾ 18 36 മഹാപുരാണങ്ങൾ, ഉപപുരാണങ്ങൾ, ഇനി അതല്ല ബാക്കിയുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് കാണാം സൂത ഉവാച എന്നാണ് കാണുന്നത്. എല്ലായിടത്തും ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ദേവി ഭാഗവതം എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ബ്രാഹ്മണ്യത്തിൻ്റെ ഉച്ചസ്ഥായിയിലാണ് ഇതൊക്കെ നിൽക്കുന്നത്. കാരണം മന്ത്രവും തന്ത്രവും ഒക്കെ ആയിട്ട്. പക്ഷേ ഇതിനകത്ത് ഉപദേശിക്കുന്നവരാരാണെന്ന് സൂത ഉവാച എന്നാണ്. അപ്പം സൂതനാണ് ഉപദേശിക്കുന്നത്, സൂതൻ ബ്രാഹ്മണനല്ല. അപ്പം സൂതൻ ആണ് ഉപദേശിക്കുന്നത്. സൂതൻ നമുക്കറിയാമല്ലോ, കർണൻ സൂതനായത് കാരണം എത്രത്തോളവും അപഹസിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം സൂത ഉവാച എന്ന് പറഞ്ഞിട്ടാണ് ഈ ഭാഗവതാദി പുരാണങ്ങളെ എല്ലാം ഉപദേശിക്കുന്നത്. അതിനകത്താണെങ്കിൽ അതിനകത്ത് എന്താ വിഷയം എന്താണ്? വിഷയം എന്ന് പറയുന്നത് എന്താണ്, ഈ നാട്ടു നീതി നിയമങ്ങളൊന്നും അല്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ കെട്ടിടം ഉണ്ടാക്കേണ്ട വഴിയും റോഡ് വെട്ടേണ്ട വഴിയും കുളം കുഴിക്കേണ്ട വഴിയൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. എല്ലാം പറഞ്ഞിരിക്കുന്നത് വേദത്തിൻ്റെ വിഷയമാണ് പറഞ്ഞിരിക്കുന്നത്.
വേദപുരുഷനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പറയുന്നത് ശൂദ്രൻ ആണ്. ഇങ്ങനെയൊക്കെയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ 2 വരി ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് പോകേണ്ടതില്ല. പക്ഷെ ആരും ആ കാര്യത്തിലൊന്നും ഒരു ഇത് കൊടുക്കുന്നില്ല, സ്ട്രെസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു വ്യക്തത വരുത്തണം. അതായത് എല്ലാ പുരാണങ്ങളുടെയും ഉപനിഷത്തുകളുടെയൊക്കെ ഇതിനകത്ത് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പലതും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇന്നത്തെ സമൂഹത്തിൻ്റെ രീതി വെച്ചുകൊണ്ട് എടുക്കരുത് എന്നുള്ളത്. അപ്പം ചിലയിടത്താണെന്നുണ്ടെങ്കിൽ ഒരിടത്തൊരു പ്രയോഗം ഉണ്ടല്ലോ, ശൂദ്രോ ഏകജാതിഹി എന്നൊരു പ്രയോഗം കിടപ്പുണ്ട്, എവിടെയോ ഒരിടത്തുണ്ടല്ലോ. ഇങ്ങനെയാണ് കിടക്കുന്നത്, ശൂദ്രശ്ചതുർത്ഥോ വർണ്ണ ഏകജാതിഹി എന്ന്. ഗൗതമധർമ്മം എന്ന് പറയുന്നൊരു ടെക്സ്റ്റിനകത്ത് കിടക്കുന്നത് ഇങ്ങനെയാണ്, ശൂദ്രശ്ചതുർത്ഥോ വർണ്ണ, ശൂദ്രൻ എന്ന് പറയുന്നത് 4ാമത്തെ വർണ്ണമാകുന്നു, ഏകജാതിഹി എന്ന്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഏകജാതി എന്നാണ് പറഞ്ഞത്. പറഞ്ഞതനുസരിച്ച് ഏകജാതിയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ആയിരക്കണക്കിന് ജാതികൾ കിടക്കുന്നത് ശൂദ്രനിലാണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് എന്താണ് ഈ ഇതിനകത്ത് ജാതിയിലെ മേലിലുള്ളവരും താഴെയുള്ളവരും എന്ന് പറഞ്ഞിട്ടുള്ളത് ഉള്ള ഈ ഭേദങ്ങളെല്ലാം എവിടെയാണ് കിടക്കുന്നത്? ഏകജാതി എന്ന് ഗൗതമൻ പറഞ്ഞ ശൂദ്രനിലാണ് ഇത് മുഴുവൻ കിടക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ശൂദ്രശ്ചതുർത്ഥോ വർണ്ണ ഏകജാതി എന്ന്. അപ്പോൾ 4ാമത്തെ വർണ്ണമായ ശൂദ്രൻ ഏകജാതി എന്ന് പറഞ്ഞു. പിന്നെ ഒരു ജാതി, ഒരു മതം, ഒരു വർണ്ണം, മനുഷ്യൻ എന്നുള്ളത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നു. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഇപ്പം ഭാഷ്യം, ശങ്കരാചാര്യർ ഭാഷ്യം എഴുതിയ ശങ്കരാചാര്യർ ഇതിനകത്ത് ഇപ്പം എന്താണ് ഇതിൻ്റെ അകത്ത് അഭിപ്രായം, ആചാര്യ ഭഗവത്പാദരുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഈ ശ്രാവയേ ചതുരോ വർണ്ണാൻ എന്നുള്ളത് ആ ഭാഷ്യത്തിൽ തന്നെ കൊടുത്തിട്ടുള്ള വരിയാണ്. ശ്രാവയേ ചതുരോ വർണ്ണാൻ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും അതിനകത്ത് ശ്രവിപ്പിക്കണം എന്നുള്ള പ്രയോഗത്തിൽ തന്നെ സ്മൃതിയുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പം ഈ ആചാര്യരെയാണ് ഈ മനീഷാ പഞ്ചകം ഉള്ളത്. ആ മനീഷാ പഞ്ചകത്തിനകത്ത് കിടക്കുന്ന ഒരു വരിയും കൂടെ അതിനകത്ത് എടുത്തിട്ടുണ്ട്. വിപ്രോയം ശൊപചോയമിത്യഭിമുധാ മോകോയം വിഭേദ ഭ്രമഃ. അതായത് വിപ്രനായാലും ശരി, ചണ്ടാലോസ്തു ദ്വിജോസ്തു ഗുരുരിത്യേഷാ മനീഷാ മമ എന്നുള്ളത്. വിപ്രനെന്നും ഈ ചണ്ടാളനും എന്നൊക്കെ ഉള്ളത് എല്ലാം ഈ സംസാരത്തിലെ മതിഭ്രമം മാത്രമാണ്. ഏതൊരു വ്യക്തിക്ക് ചണ്ടാലോസ്തു ദ്വിജോസ്തു എന്നുള്ളതാണ്. അത് ചണ്ടാളനാവട്ടെ ദ്വിജനാവട്ടെ, ഏതൊരു വ്യക്തിക്ക് ഈ ആത്മജ്ഞാനമുണ്ടോ അദ്ദേഹം ഗുരു തന്നെയാകുന്നു എന്നുള്ളത്. അപ്പോൾ അതിനകത്തൊന്നും ആ പ്രയോഗത്തിൽ എന്താ ഉള്ളത്? ചണ്ടാളനാണെങ്കിലും ബ്രാഹ്മണനാണെന്നുണ്ടെങ്കിലും ബ്രഹ്മജ്ഞാനത്തിന് അർഹതയുണ്ട് എന്ന് നമുക്ക് ഈ മനീഷാ പഞ്ചകം തുടങ്ങിയിട്ടുള്ള ടെക്സ്റ്റിനകത്തൂടെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ചുരുക്കത്തിൽ ചർച്ചാ വിഷയം ഇത്രയാണ്. ഈ ശ്രുതിയെ വെച്ചുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ചതുർവർണ്ണങ്ങളിൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യർക്ക് വരെ മാത്രമേ ഉപനയനം ഉള്ളൂ. അതിനാൽ അവർക്ക് മാത്രമേ വേദാധികാരമുള്ളൂ. ശൂദ്രന് വേദാധികാരത്തിൻ്റെ ആ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗുരു ഉപസത്തിയും ബ്രഹ്മജ്ഞാന ഗ്രഹണവും ഒക്കെ അസാധ്യമായിട്ട് വരുന്നു. പക്ഷേ അതിൻ്റെ നമുക്ക് ഈ മറ്റേ സത്യകാമ ജാബാലിൻ്റെ കഥയിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ഗുരു അവിടെ നിശ്ചയിച്ചു ഇവൻ ബ്രാഹ്മണനാണ് എന്നിട്ട് ഉപദേശിച്ചു. എന്നിട്ട് ഉപദേശിക്കുന്നതിന് മുമ്പായിട്ട് ഉപനയിപ്പിച്ചു, എന്നിട്ട് ഉപദേശിച്ചു. ഇപ്രകാരം നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഈ അപശൂദ്രാധികരണം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.